അപ്പം നമ്മുടെ ഒരു ചെറിയ ഒരു റീക്യാപ്പ് ഇവിടെ ഒന്ന് തുടങ്ങാം. ഇപ്പം നമ്മുടെ മെയിൻ ഹീറോ എന്ന് പറയുന്നത് സബ്ലോഡാണ്, ഉപാധിപൻ. അപ്പം സബ്ലോഡിന് ഒരു നക്ഷത്രത്തിന് ആ, 9ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. വിംശോത്തരി ദശയുടെ ഇതിൽ 9ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം സബ്ലോഡാണ്. അപ്പം സബ്ലോഡ് ആവുന്നുണ്ട് നമുക്ക് ആ കുറച്ചുകൂടെ മൈന്യൂട്ടായിട്ട് ആ ഒരു 30 ഡിഗ്രിയിൽ ആ ഒരു പോയിന്റ് കറക്റ്റായിട്ട് കിട്ടും. അപ്പം ആ സബ്ലോഡാണ്. ആ സബ്ലോഡ് നിൽക്കുന്ന നക്ഷത്രമാണ് നമുക്ക് ഫലം തരുന്നത്. ഏത് ഒരു ഭാവത്തിന്റെ സബ്ലോഡ്, ആ സബ്ലോഡ് എവിടെ നിൽക്കുക, ആ സബ്ലോഡ് ഏത് നക്ഷത്രത്തിലാണോ നിൽക്കുന്നത്, ആ നക്ഷത്രത്തിന്റെ അധിപൻ, ആ സ്റ്റാർ ലോഡ് ആയിരിക്കും ആ ഭാവത്തിന്റെ ഫലം തരുന്നത്. അതാണ് ബേസിക് പ്രിൻസിപ്പിൾ. അപ്പം ഒരു ഗ്രഹം എവിടെ നിൽക്കുന്നു, ഒരു ഗ്രഹം ഒരു രാശിയിൽ ഒരു ഗ്രഹം നിന്നാൽ ആ ഗ്രഹത്തിന്റെ ഫലമല്ല നമുക്ക് തരുന്നത്. ആ ഗ്രഹം തരുന്നത് അതിന്റെ നക്ഷത്രത്തിന്റെ സ്റ്റാർ ലോഡ് നിൽക്കുന്ന ഭാവങ്ങളുടെയും അത് സ്വന്തമാക്കിയിട്ടുള്ള ഭാവങ്ങളുടെയും ഫലമാണ്. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് നമ്മുടെ ഒരു സബ്ലോഡ് കേതു ആണെന്ന് വെക്കുക. അപ്പൊ കേതു നിൽക്കുന്നത് മേടത്തില് ഭരണി നക്ഷത്രത്തിലാണ്. അപ്പം ഒന്നാം ഭാവം എന്ന് തന്നെ, ഒന്നാം ഭാവം എന്നുള്ളത് നോക്കുക. ഒന്നാം ഭാവം വേണം നമുക്ക്. ഒന്നാം ഭാവത്തിന്റെ സബ്ലോഡ് എന്ന് പറയുന്നത്, അപ്പം ഒന്നാം ഭാവത്തിന്റെ സബ്ലോഡ് കേതുവാണ്. അപ്പം കേതു അത് എവിടെ വേണമെങ്കിലും വരാം. 3 കേതു വരാം. ഒന്ന് ഭരണിയിൽ വരാം, ഒന്ന് അശ്വതിയിൽ വരാം, ഒന്ന് ഭരണിയിൽ വരാം, ഒന്ന് കാർത്തികയിലും വരാം. അപ്പൊ ഈ 3 സ്ഥലത്തും കേതു വരാം. അപ്പൊ ആ കേതുവാണ് നമ്മുടെ സബ്ലോഡെന്ന് വെക്കുക. കേതു സബ്ലോഡാണെങ്കിൽ ആ കേതു നിൽക്കുന്ന നക്ഷത്രം ഏതാണോ, നമ്മൾ കേതു നിൽക്കുന്ന എവിടെയാണെന്നുള്ളത് നമുക്ക് നോക്കണം. ഉദാഹരണത്തിന് കേതു അശ്വതി തന്നെ നിൽക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പൊ കേതു അശ്വതി നിൽക്കുകയാണെങ്കിൽ ആ അശ്വതി അത് ഒന്നാം ഭാവമാണ്, അമ്മയുടെ ഒന്നാം ഭാവമാണ്. അപ്പൊ ഒന്നാം ഭാവത്തിന്റെ ഫലം തരും. കേതു ഒന്നിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഫലം തരുന്നത് ആ കേതു നിൽക്കുന്ന രാശിയുടെ അധിപന്റെ ഫലം തരും. ആ അധിപൻ എവിടെ നിൽക്കുന്നു, അപ്പം അധിപൻ മാഴ്സാണ്. അപ്പം മാഴ്സ് ഓൺ ചെയ്തിരിക്കുന്നത് മേടവും വൃശ്ചികവുമാണ്. അപ്പൊ മേടത്തിന്റെയും വൃശ്ചികയും തരും. പിന്നെ മാഴ്സ് എവിടെ നിൽക്കുന്നു ആ ഭാവത്തിന്റെയും കൂടെ ഫലം തരും. ഭരണിയിലാണ് നിൽക്കുന്നതെന്ന് വെക്കുക. ഭരണിയിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ നക്ഷത്രം ഭരണിയിലാണ് നിൽക്കുന്നത്. ഭരണിയിലാണ് കേതു നിൽക്കുന്നതെങ്കിൽ കേതുവിന്റെ നക്ഷത്രം ഭരണിയായി. അപ്പൊ ഭരണി എന്ന് പറഞ്ഞാൽ വീനസ് ആണ്. അപ്പൊ വീനസിൻ്റെ എന്ന് പറയുന്നത് ഇടവവും തുലാമുമാണ് അതിന്റെ ഓൺ. ഇടവത്തിന്റെയും തുലാത്തിന്റെയും ഫലം എന്ന് വെച്ചാൽ 2ഉം 7ഉം തരും. മേടം വെച്ച് നോക്കാം, 2ഉം 7ഉം തരും. പിന്നെ തരുന്നത് അത് ആ വീനസ് നിൽക്കുന്ന ഏത് ഭാവത്തിലാണോ, ആ 1 മുതൽ 12 ഏത് ഭാവത്തിൽ, ആ ഭാവത്തിന്റെ കൂടെ ഫലം തരും. മൂന്നാമത് കാർത്തിക നക്ഷത്രത്തിലാണ് കേതു നിൽക്കുന്നത്. കാർത്തികയുടെ ആദ്യത്തെ പിന്നെ 3 ഡിഗ്രി 20 മിനിറ്റിനകത്താണ് ആ കേതു നിൽക്കുന്നതെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ നക്ഷത്രത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ്. ഇപ്പൊ സൂര്യന്റെ രവിയുടെ ഭാവം എന്ന് പറയുന്നത് 5ആം ഭാവമാണ്. 5ന്റെ ഫലവും തരും. പിന്നെ ആ സൂര്യൻ 1 മുതൽ 12 വരെ എവിടെ നിൽക്കുന്നു ആ ഫലവും തരും. അതാണ് ഈ നമ്മുടെ KP അസ്ട്രോളജിയിലെ മെയിൻ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. അപ്പം ഒരു ഭാവത്തിന്റെ, അപ്പം ഇപ്പം എല്ലാ സംഭവങ്ങളും നമ്മൾ ഭാവകാരകം വെച്ചാണ് നമ്മൾ KP അസ്ട്രോളജിയിൽ നോക്കുന്നത്. ആ ഭാവകാരകത്വം നോക്കും.
കല്യാണത്തിന് കല്യാണത്തിന് സാധാരണ ഭാവത്തിന്റെ കാര്യം നോക്കുന്നതിൽ കൂടുതൽ നമ്മൾ ഭാവാധിപന്റെ കാര്യം ഈ ഗ്രഹത്തിന്റെ കാര്യം എടുക്കും. വീനസ് എവിടെ നിൽക്കുന്നു, 7ാം ഭാവത്തിന്റെ അധിപൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം കല്യാണം നോക്കുകയാണ്, 7ാം ഭാവത്തിന്റെ സബ്ലോഡ് എവിടെ നിൽക്കുന്നോ ആ സബ്ലോഡിന്റെ നക്ഷത്രത്തിന്റെ അധിപൻ എവിടെ നിൽക്കുന്നോ ആ നക്ഷത്രത്തിന്റെ അധിപന്റെ ഫലവും അത് ആ നിൽക്കുന്ന ഭാവത്തിന്റെ ഫലവും അത് ഓൺ ചെയ്തിരിക്കുന്ന ഭാവങ്ങളുടെ ഫലവും തരും. അതാണ് അതിന്റെ ബേസിക്. അപ്പൊ അതില് നമ്മളിപ്പം ആ ഒരു ഗ്രഹത്തിന് ഇത് ചെയ്യുന്ന ഗ്രഹത്തിന്റെ ഫലം തരുന്ന വെച്ചാൽ ഗ്രഹത്തിന്റെ ഫലം നോക്കും, ഗ്രഹം എവിടെ നിൽക്കുന്നു, അപ്പൊ അത് അതിന്റെ സാധ്യതയാണ് കാണിക്കുന്നത്. ആ ഫലത്തിന്റെ സാധ്യത എന്തെന്നുള്ളത് കാണിക്കും. അതേസമയത്ത് ആ ഗ്രഹത്തിന്റെ അത് നമ്മൾ വിടുക. ഗ്രഹത്തിന്റെ നക്ഷത്രാധിപൻ എവിടെ നിൽക്കുന്നു എന്ന് വെച്ചാൽ ആ നക്ഷത്രാധിപന്റെ ഫലങ്ങളാണ് അത് നക്ഷത്രാധിപൻ ആണ് ആ ഫലങ്ങളെ പ്രോമിസ് ചെയ്യുന്നത്. ഇപ്പൊ കല്യാണം എസ് ഓർ നോ എന്ന് പ്രോമിസ് ചെയ്യുന്നത് ഇപ്പം കല്യാണത്തിൻ്റെത് ഭാവം എന്ന് വെച്ചാൽ 7ഉം 2-11 അപ്പം നമ്മുടെ ആ കസ്പൽ സബ്ലോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഭാവത്തിന് സ്ഫുടത്തിന് പറയുന്ന കസ്പ് എന്നാണ്. അപ്പൊ കസ്പൽ ഒന്നാമത്തെ ഇപ്പൊ 7ാമത്തെ കസ്പൽ സബ്ലോഡ് 7, 2, 11 ഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാവത്തിനെ സിഗ്നിഫൈ ചെയ്യുകയാണെങ്കിൽ കല്യാണ സമയത്തിന് നടക്കും. അതേ സമയത്ത് ഈ 7, 2, 11ന്റെ 12ാം ഭാവങ്ങളായ 6ഉം 1ഉം 10ഉം ഭാവങ്ങളെ മാത്രമാണ് ഈ 7ാം ഭാവത്തിന്റെ കസ്പൽ സബ്ലോഡ് സിഗ്നിഫൈ ചെയ്യുന്നെങ്കിൽ കല്യാണം നടക്കത്തില്ല, അല്ലെങ്കിൽ ഡിലേ ആവുമെന്ന് പറയും. അത് 6ആണെങ്കിൽ 6 മാത്രമേ ഉള്ളെങ്കിൽ കല്യാണം നടക്കത്തില്ല എന്ന് പറയാം. 10 ഉണ്ടെങ്കിൽ അതിന് വേറെ ചില കാര്യങ്ങൾ പറയാം, ഡിലേ ആവാം. അപ്പൊ 1, 6, 10 അതിന് നെഗറ്റീവ് തന്നെയാണ്. അപ്പൊ അത് നടക്കത്തില്ല എന്ന് തന്നെ പറയാം കൂടുതലും. പിന്നുള്ളത് പക്ഷേ പിന്നുള്ളത് ഇത് 2ഉം 7ഉം 6ഉം അല്ലെങ്കിൽ 7, 1ഉം അല്ലെങ്കിൽ 7ഉം 10ഉം തരുന്നെങ്കിൽ കല്യാണം നടക്കും, പക്ഷെ ആ മാരീഡ് ലൈഫ് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയാം. അപ്പൊ അതാണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. പിന്നുള്ളത് ഈ ഉപാധിപൻ നക്ഷത്രത്തിന്റെ ആ ഗ്രഹത്തിന്റെ സബ്ലോഡ്, ആ സബ്ലോഡ് അത് മോഡിഫൈ ചെയ്യും. നമ്മുടെ പ്രോമിസിനെ നമുക്ക് ആ നക്ഷത്രത്തിന്റെ സ്റ്റാർ ലോഡ് തരുന്ന ഭാവത്തിനെ ആ സബ് ലോഡ് മോഡിഫൈ ചെയ്യും. അത് ചിലപ്പം ന്യൂട്രലായിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രശ്നം വരത്തില്ല. മറ്റുള്ള ഭാവമാണ് പ്രോമിസ് നടക്കും, പക്ഷെ അതിനകത്ത് അത് ചിലപ്പോൾ അതിനകത്ത് ഇഷ്യൂ ഉണ്ടാവാം. അങ്ങനെ ഇപ്പം 7ഉം 2ഉം മാത്രമാണ് നക്ഷത്ര ലോഡ് തരുന്നെങ്കിൽ കല്യാണം വളരെ വേഗം നടക്കും. അതേസമയത്ത് സബ് ലോഡ് അതിൻ്റെ കൂടെ 6ഓ 10ഓ എന്ന് തരണമെങ്കിൽ സുഖകരമായ കല്യാണം ആയിരിക്കത്തില്ല, മാരീഡ് ലൈഫ് ആയിരിക്കത്തില്ല, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ നമുക്ക് നോക്കുന്നത് ഈ റൂളിംഗ് പ്ലാൻസ് ആണ്. നമ്മൾ ആ റൂളിംഗ് പ്ലാൻസ് എന്ന് വെച്ചാൽ നമ്മൾ ടൈം ഓഫ് ഈവൻസ് കണ്ടുപിടിക്കാനായിട്ട് റൂളിംഗ് പ്ലാൻസ് ആണ്. റൂളിംഗ് പ്ലാൻസ് എന്ന് വെച്ചാൽ 7 റൂളിംഗ് പ്ലാൻസ് ആണ് നമുക്കുള്ളത്. 7 റൂളിംഗ് പറയും. നമ്മള് കേതുവിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, കേതുവിന്റെ എക്സാമ്പിളിൽ കേതു നിൽക്കുന്നത് സപ്പോസ് രാഹുവിന്റെ നക്ഷത്രത്തിലാണെങ്കിൽ രാഹുവിന്റെ നക്ഷത്രത്തിൽ അതാ പറഞ്ഞത്. കേതുവിനും രാഹുവിനും ഒരു പ്രത്യേകതയുണ്ട്. കേതുവിനും രാഹുവിനും ഫലം തരുന്നത് ഒന്ന് കേതുവിന്റെയും രാഹുവിന്റെയും കൂടെ യോഗം ചെയ്തിരിക്കുന്ന ഗ്രഹങ്ങളുടെ ഫലമാണ്. ഏറ്റവും ഫസ്റ്റ് സ്ട്രെങ്ത് നോക്കുമ്പോൾ ആദ്യം തരുന്നത് യോഗം ചെയ്തിരിക്കുന്ന ഗ്രഹങ്ങളുടെ ഫലം. 2 അത് ആസ്പെക്ട് ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ഫലം. 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ നക്ഷത്രത്തിന്റെ ഫലം. 4 എന്ന് പറഞ്ഞ് ചിലപ്പം രാഹുവിന്റെ നക്ഷത്രത്തിലായിരിക്കും നിൽക്കുന്നത്. അപ്പൊ രാഹുവിന്റെ നക്ഷത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് ഫലം തരും, രാഹുവിന്റെ ഫലവും തരും. ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയുടെ ലോഡിന്റെ ഫലം തരും. ഇപ്പം ഉദാഹരണത്തിന് രാഹു കേതു നിൽക്കുന്നത് മേടത്തിലാണ്. മേടത്തിൽ ഇപ്പം ഏതെങ്കിലും ഒരു ഗ്രഹം കൂടുണ്ടെന്ന് വെച്ചോ, അപ്പം മേടം ആ കൂടുള്ള ഗ്രഹം തരും. ഏതെങ്കിലും ഒരു ഗ്രഹം ആസ്പെക്ട് ചെയ്യുന്നെന്ന് വെച്ചോ, അതിനെ ആസ്പെക്ട് ചെയ്യുമ്പോൾ ആ ആസ്പെക്ട് ചെയ്യുന്ന ഫലമായിരിക്കും, അതിനായിരിക്കും സ്ട്രെങ്ത് കൂടുതൽ രണ്ടാമത് നിൽക്കുന്നത്. മൂന്നാമത്തെ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ കേതു നിൽക്കുന്ന നക്ഷത്രത്തിന്റെ ഫലം, അല്ലെങ്കിൽ രാഹു നിൽക്കുന്ന നക്ഷത്രത്തിന്റെ ഫലം. ഇതൊന്നും ഇല്ല എങ്കിൽ കേതുവിന്റെ നക്ഷത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അത് തരുന്നത്
ആ ഭാവത്തിൽ വേറൊരു ഗ്രഹം ഇല്ലെങ്കിൽ ആ ആ ഭാവത്തിന്റെ ലോഡ് എന്ന് വെച്ചാൽ ഇപ്പം മേടത്തിലാണെങ്കിൽ ചൊവ്വ എവിടെ നിൽക്കുന്നോ ആ ചൊവ്വ നിൽക്കുന്ന ഫലത്തിന്റെ ഇത് തരും. അതാണ് രാഹുവിനും കേതുവിനുള്ളൊരു വ്യത്യാസം. അപ്പോ പറയും പറയും. അപ്പൊ കേതു രാഹുവിന്റെ നക്ഷത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ കേതു രാഹുവിന്റെ നക്ഷത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ നക്ഷത്രത്തിന്റെ ഫലം തരും. രാഹു എവിടെ നിൽക്കുന്നോ ആ നക്ഷത്രത്തിന്റെ ഫലം വരും. അപ്പൊ രാഹു ഏത് നക്ഷത്രത്തിലാണോ നിൽക്കുന്നത് അത് അതിന്റെ ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവത്തിൽ ഏതെങ്കിലും ഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ രാഹുവിന്റെ ഫലം തരുന്ന ആ ഗ്രഹത്തിന്റെ ഫലമായിരിക്കും തരുന്നത്. ആ രാശിയിലെ ഗ്രഹത്തിന്റെ ഫലമായിരിക്കും. ആ കൂടെ നിൽക്കുന്ന ഗ്രഹത്തിന്റെ ഫലം തരും. നിൽക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും ആസ്പെക്ട് ചെയ്യണമെങ്കിൽ ആസ്പെക്ട് ചെയ്യുന്നതിന് ഫലം. അതും ഇല്ലെങ്കിൽ അപ്പൊ സ്ട്രെങ്ത് ഏതിലാണോ സ്ട്രെങ്ത് കൂടുതൽ അത് നമ്മൾ എടുക്കുക. അല്ല, അവസാനം ഏറ്റവും കുറഞ്ഞ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ആ രാശിയുടെ അധിപന്റെ ഫലം തരും എന്നാണ്. പിന്നെ ഇത് വരുമ്പോൾ നമുക്ക് കാണാതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സബ് ലോഡ് കാണുന്ന അപ്പം ഈ നക്ഷത്രങ്ങളെ ഈ ഒരു സംശയം തീർന്നല്ലോ അല്ലേ? നക്ഷത്രങ്ങളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പറയേണ്ട ആവശ്യമില്ല. ടേബിൾ നോക്കിക്കൊള്ളുക നക്ഷത്രങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അത് ഇപ്പം ഇതിനകത്ത് ഒന്നുകൂടെ ഇത് പറഞ്ഞിട്ട് പോകും. എന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു രാശിയിൽ തന്നെ ഇതിലിപ്പം എല്ലാ രാശിയിലും ഓരോ ഭാവങ്ങളുണ്ട്. അതേ സമയത്ത് ഈ ഒരു ചാർട്ട് കണ്ടോ? ഈ ചാർട്ടിൽ ഒന്നാമത്തെ ഭാവം എന്ന് പറയുന്നത് മിഥുനത്തിലാണ് ഒന്നാമൻ ഭാവം നിൽക്കുന്നത്. അവിടെ തന്നെ രണ്ടാം ഭാവവും വരും. ഇതാണ് ഈ പ്ലാസിഡർ സിസ്റ്റത്തിന്റെ ഒരു വ്യത്യാസം. അപ്പം പ്ലാസിഡർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലായിടും നമ്മളെ ലാറ്റിറ്റ്യൂഡ് അനുസരിച്ച് ആ സ്ഥലം ഇതനുസരിച്ച് അതിന്റെ ഭാവങ്ങൾ സീറോ ഡിഗ്രി ആണെങ്കിൽ എല്ലാം 12 വരും. കുറച്ച് മാറുന്നതനുസരിച്ച് ചില സമയം വരുമ്പോൾ അത് ഏതെങ്കിലും ഒരു രാശിയിൽ രണ്ടെണ്ണം വരും. ചില രാശിയിൽ ഒന്നും കാണുന്നത്. ഇവിടെ നോക്കി 1ഉം 2ഉം മിഥുനത്തിലുണ്ട്. 3 എന്ന് പറയുന്നത് കർക്കിടകമാണ്. 4 ചിങ്ങമാണ്. പക്ഷെ 5 വന്നിരിക്കുന്നത് തുലാത്തിലാണ്. അപ്പോ ഇവിടെ ഗ്രഹങ്ങളൊന്നും ഇവിടെ ഈ ഭാവം ഇല്ല. അപ്പം ഉദാഹരണം ഇപ്പം നമ്മളിപ്പോ ബുധൻ നോക്കുകയാണെങ്കിൽ ബുധൻ തരുന്ന ഫലങ്ങൾ ഏതൊക്കെ രാശിയുടെ ആയിരിക്കും? 1ഉം 2ഉം പിന്നെ ബുധൻ നിൽക്കുന്ന 11ആം ഭാവമാണ്. ഇവിടെ ഈ ഒരു ഭാവം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ബുധൻ അവിടുത്തെ ഫലം തരത്തില്ല. ആ കന്നിയിലെ ഫലം ബുധൻ തരത്തില്ല. ബുധൻ തരുന്നത് ഈ മിഥുനത്തിൽ തന്നെ 1ആം ഭാവത്തിന്റെയും 2ആം ഭാവത്തിന്റെയും ഫലവും തരും. പിന്നെ 11ആം ഭാവത്തിന്റെയും ഫലം തരും. അപ്പൊ അതാണ് ഇവിടെ വ്യത്യാസം. പിന്നുള്ളത് വേറെ ഒന്നുള്ളതെന്ന് വെച്ചാൽ ഗ്രഹങ്ങളുടെ പൊസിഷൻസ് ആണ്. ഇവിടെ ഗ്രഹങ്ങളുടെ പൊസിഷൻസ് എന്ന് വെച്ചാൽ ഈ ശുക്രൻ നിൽക്കുന്നുണ്ടോ? 10ആം ഭാവം 27-15 തുടങ്ങുന്നു. ശുക്രൻ നിൽക്കുന്ന 27-8. പക്ഷെ ശുക്രൻ ഈ 10നും 9നും 10നും ഇടയിലാണ് നിൽക്കുന്നത്. അതേ സമയത്ത് ഈ 10ആം ഭാവത്തിന്റെ ഒരു 3 ഡിഗ്രിക്ക് പിറകിലകത്താണ് ആ ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ അതൊരു മാർജിനാണ്. ഏതാണ്ട് നമ്മൾ ഒരു പാദം എന്ന് വേണമെങ്കിൽ പറയാം. ആ പാദത്തിന്റെ ഡിഗ്രി എടുക്കാം. ചിലപ്പോൾ അത് മിക്സഡ് ആയിട്ട് വരും, എന്നാലും കുഴപ്പമില്ല. 3 ഡിഗ്രിക്ക് അകത്താണെങ്കിൽ നമ്മൾ ഈ 9-ലല്ല 10-ലാണെന്ന് പറയും. ഇവിടെ ഗുരു സാറേ ഈ കന്നിരാശിയില് അപ്പോ ഫലങ്ങളൊന്നും തരുന്ന ഗ്രഹങ്ങളില്ലേ? കുജൻ മാത്രമാണോ കുജൻ മാത്രമേ ഫലം തരുള്ളൂ. പക്ഷെ കുജൻ തരുന്നത് ഏതാ ഫലം തരുന്നത്? കന്നിരാശിയുടെ ഫലം. ഈ നമുക്ക് നമ്മുടെ ഈ പിന്നെ KP അസ്ട്രോളജിയിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഭാവത്തിന്റെ കാരകത്വങ്ങൾക്കാണ്. ഗ്രൂപ്പ് ഓഫ് ഹൗസസ് ആണ് അവരെടുക്കുന്നത്. ഇപ്പൊ കല്യാണത്തിന് 2, 7, 2, 11. ഒരു പ്രൊഫഷൻ ആണെങ്കിൽ 10, 2, 6, 11. ആ രീതിയിലാണ് എടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഇന്ന രാശി എന്നുള്ളത് പറയാറില്ല. ഇപ്പം ഈ രാശി രൂപവും ഗ്രഹങ്ങളുടെ സ്വരൂപവും നമ്മൾ ഇതിനകത്ത് പറയാറില്ല. കൂടുതൽ വല്ലപ്പോഴും പറയാവുന്നത് നമ്മൾ ശനിയുടേത് പറയും. ശനിക്കെന്ന് വെച്ചാൽ ശനിയുടെ ഒരു ഡിലേ
എന്നുള്ള രീതിയിൽ ശനിയെ മാത്രമേ നമ്മൾ അങ്ങനെ പറയുള്ളൂ. ബാക്കി ഒന്നിൻ്റെയും ഇത് നമ്മൾ പറയാറില്ല. ഇപ്പോൾ കല്യാണത്തിന് നമ്മൾ ശുക്രൻ നമ്മൾ അങ്ങനെ എടുക്കാറില്ല. കല്യാണം ഏത് ഗ്രഹവും കല്യാണം തരും എന്നുള്ളതാണ്. ഈ 2ഉം 7ഉം 11 സിഗ്നിഫൈ ചെയ്യുന്ന ഏത് ഗ്രഹവും, കേതു ആയാലും രാഹു ആയാലും കുജനാണെങ്കിലും, അത് അതേ സമയത്ത് ആ കുജൻ 7ൽ മാത്രമാണ് നിൽക്കുന്നതിൽ കുജൻ ഫലം തരും. അതേസമയത്ത് കുജൻ 6ലാണ് നിൽക്കുന്നതെങ്കിൽ അതിന് മോശം വരുള്ളൂ. 7ലാണ് നിൽക്കുന്നത്, 6ഉമായിട്ട് ബന്ധമില്ലെങ്കിൽ കുജനായിരിക്കും കല്യാണം തരുന്നത്, അല്ലെങ്കിൽ ശനി ആയിരിക്കും കല്യാണം തരുന്നത്, അല്ലെങ്കിൽ രാഹു ആയിരിക്കും കല്യാണം, അല്ലെങ്കിൽ ഇതായി നമ്മുടെ കേതു ആയിരിക്കും കല്യാണം തരുന്നത്. അപ്പം ഗ്രഹങ്ങൾക്ക് ഇവിടെ പാപത്വം ഇല്ല. ആ നിൽക്കുന്ന ഭാവങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം ശുഭഭാവവും അശുഭ ബെനിഫിറ്റ് ഹൗസസും മാലിഫിക് ഹൗസസ് എന്ന് പറയും. ഇപ്പം 1, 2, 3, 6, 10, 11 ഈ രാശികൾ, ഈ ഭാവങ്ങൾ ശുഭഭാവങ്ങളും ബാക്കിയുള്ള ഭാവങ്ങൾ അശുഭഭാവങ്ങളുമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം നമ്മൾ ഒരു ഗ്രഹം നിൽക്കുമ്പോൾ ആ ഗ്രഹത്തിന്റെ സബ്ലോഡ് നോക്കും. ഒരു ഗ്രഹം, ഉദാഹരണത്തിന് ഇവിടെ ഇതില്ല, അത് വേറെ ഇതിൽ പറഞ്ഞു. അപ്പൊ ഒരു ഗ്രഹം നോക്കും, ആ ഗ്രഹം എവിടെ നിൽക്കുന്നോ, ആ ഗ്രഹത്തിന്റെ സബ്ലോഡ് എവിടെ നിൽക്കുന്നോ, അത് ഈ 1, 2, 3, 6, 10, 11 ഭാവങ്ങളിലാണെങ്കിൽ അത് നല്ല ഫലങ്ങൾ തരും, ഇല്ലെങ്കിൽ എൻ്റെ വിപരീത ഫലങ്ങൾ തരും എന്ന് പറയേണ്ടി വരും. അതാണ് ഞാൻ ആ ക്ലാസ് വരുമ്പോൾ അത് ഞാൻ പഠിപ്പിക്കാം. ഇന്നലെ പഠിപ്പിച്ചത് ഇവിടെ വെച്ചായിരുന്നു. ഇതിൽ നമ്മൾ ഇനി ജ്യോതിഷത്തിലെ പല നിയമങ്ങൾ നോക്കാനായിട്ട് ഒരു ചാർട്ടാണ്. അപ്പൊ ആദ്യം നമ്മൾ ഈ ചാർട്ട് കൊടുത്തിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ഈ ഒരു ചാർട്ടിൽ സൂര്യൻ നിൽക്കുന്ന രാശി എവിടെയാണെന്ന് നോക്കിയേ. സൂര്യൻ നിൽക്കുന്നത് വൃശ്ചികത്തിലാണ്. വൃശ്ചികത്തിൽ 1 ഡിഗ്രി 56 മിനിറ്റ് 11 സെക്കൻഡിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പൊ സൂര്യന്റെ ആ 1:56 എന്ന് പറയുമ്പോൾ വിശാഖത്തിന്റെ 4ാം പാദമായി. അപ്പൊ നമുക്ക് അത് രണ്ടും മനസ്സിലായി. അപ്പൊ വിശാഖത്തിന്റെ 4ാം പാദം എന്ന് പറയുമ്പോൾ ഇപ്പം വൃശ്ചികത്തിന്റെ അധിപൻ മാഴ്സാണ്, അതിന്റെ നക്ഷത്രത്തിന്റെ അധിപൻ ജൂപ്പിറ്ററാണ്. അപ്പം അതിന്റെ സൈൻ ലോഡ് മാഴ്സുമായി, സ്റ്റാർ ലോഡ് ജൂപ്പിറ്ററുമായി. അപ്പം ഇനി സബ്ലോഡ് കണ്ടുപിടിക്കണം. സബ്ലോഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇപ്പം ഇത് നോക്കി, 1 ഡിഗ്രി 56 മിനിറ്റ് 11 സെക്കൻഡ് വൃശ്ചികത്തിൽ, അത് നോർത്തോളം 1:56 11. ഞാൻ ആ ചാർട്ട് ഒന്ന് എടുക്കട്ടെ. വൃശ്ചികത്തിൽ ഇവിടെ നോക്കി, വൃശ്ചികത്തിൽ 1:56 18 എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് വരും. 1 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 3 ഡിഗ്രി 20 മിനിറ്റ് വരെ രാഹുവാണ് അതിന്റെ സബ്ലോഡ്. എന്ന് വെച്ചാൽ നേരത്തെ നോക്കിയ കണക്ക് കുജൻ വന്നു, ഗുരു നക്ഷത്രത്തിന്റെ അധികം വന്നു, ഇവിടെ രാഹുവാണ് അതിന്റെ സബ്ലോഡ് എന്ന് പറയുന്നത്. അപ്പം രാഹു വേണ്ട, ഇവിടെ രാഹു സബ്ലോഡ്. അപ്പൊ ആ ഡിഗ്രി നമ്മുടെ ആ സബ്ലോഡിന്റെ ചാർട്ട് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി എഴുതാം. നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്ക് സോഫ്റ്റ്വെയർ കിട്ടുമ്പോൾ നമുക്ക് ഇത് ശരിയാവും. അപ്പം ഇവിടെ നോക്കിയപ്പം സൂര്യൻ നിൽക്കുന്ന വൃശ്ചിക രാശിയിൽ, അത് കുജന്റെ രാശിയിൽ ഗുരുവിന്റെ നക്ഷത്രത്തിൽ രാഹുവിന്റെ സബ്ലോഡിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ സൂര്യൻ എവിടെ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്? ഇവിടെ 1:11 എന്താണ് ഇത്? 12ാം ഭാവം തുടങ്ങുന്നത് 17 ഡിഗ്രി 43 മിനിറ്റിലാണ്. അതേസമയത്ത് സൂര്യൻ നിൽക്കുന്നത് 1 ഡിഗ്രി 56 മിനിറ്റിലാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അപ്പം ഈ 12ാം ഭാവത്തിന്റെ കസ്പ് തുടങ്ങുന്നത് 17 ഡിഗ്രി 43 മിനിറ്റിലാണ്. പക്ഷേ സൂര്യൻ നിൽക്കുന്ന എവിടെ? 1 ഡിഗ്രി 56 മിനിറ്റിലാണ്. അപ്പൊ അത് ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്? 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ 11ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിന്റെ ഓണർഷിപ്പ് വരുന്ന എവിടെയാ? അത് പിന്നെ ചിങ്ങമാണ്. ചിങ്ങത്തിൽ ഏത് ഭാവമാണ് നിൽക്കുന്നത്? 9ാം ഭാവം. അപ്പം 11ാം ഭാവത്തിൽ ഓക്യുപ്പൈ ചെയ്യുന്നു, 9ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പം സൂര്യൻ തരുന്ന ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11ാം ഭാവത്തിനാണ് ഏറ്റവും കൂടുതൽ ഫലവും, ബാക്കിയുള്ള കുറച്ച് ഫലം ഏറ്റവും കൂടുതൽ ഫലം തരുന്നത് നിൽക്കുന്ന സ്ഥലത്താണ്. നിൽക്കുന്ന സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ഫലം തരുന്നത്. അത് 11, 9 കൂടെയാണ്. ചന്ദ്രൻ നോക്കിയോ, ചന്ദ്രൻ എവിടെ നിൽക്കുന്നത്? ചന്ദ്രൻ നിൽക്കുന്നത് തുലാത്തിലാണ്. 8 ഡിഗ്രി 56 മിനിറ്റ് 05 മിനിറ്റിലാണ്. അപ്പൊ 8:56 എന്ന് പറയുമ്പോഴത്തേക്ക് ചോതി നക്ഷത്രമായി. ചോതി നക്ഷത്രത്തിന്റെ 1ാമത്തെ പാദമായി.
ഇപ്പൊ ചോതി നക്ഷത്രം ഇവിടെ ചിങ്ങത്തിൽ ചോതി നക്ഷത്രത്തിന്റെ ഈ ഒരു പേര് ഞാൻ ഒന്ന് അത് നിങ്ങൾ ഇതൊന്ന് പഠിച്ചോളണേ. കാര്യം എന്ന് വെച്ചാൽ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതുമായിട്ടൊന്ന് ഫെമിലറൈസ് ചെയ്യേണ്ടി വരും. ഈ നാള് നമ്മുടെ മറ്റ് ഇംഗ്ലീഷിൽ ആ പേര് വെച്ചിട്ട്. കാരണം ഇല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ ഒന്നേ തിരുത്തി എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ്. അപ്പം ചോതി സ്വാതി. അപ്പൊ ചോതി എന്ന് വെച്ചാൽ അതിന്റെ ഇതെന്ന് വെച്ചാൽ അപ്പം വീനസിന്റെ രാശിയിൽ വീനസിന്റെ തുലാൻ രാശിയിൽ രാഹുവിന്റെ നക്ഷത്രത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ സബ്ലോഡ് എന്ന് പറയുന്നത് ജൂപ്പിറ്റർ ആണ്. അപ്പൊ അവിടെയും ഇപ്പം അതിന്റെ ഇത് നോക്കിയേ. അപ്പം ചന്ദ്രൻ നിൽക്കുന്ന അവിടെ നോക്കിയേ. ചന്ദ്രൻ നിൽക്കുന്നത് തുലാത്തിൽ 8 ഡിഗ്രി 56 മിനിറ്റ് ആണ്. പക്ഷെ അവിടെ 11ാമത്തെ ഭാവം തുടങ്ങുന്നത് 20 ഡിഗ്രി 14 മിനിറ്റിലാണ്. ഇത് കാണാല്ലേ? നിങ്ങളുടെ കയ്യിൽ നോട്ട് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ അല്ലേ? ഹലോ, നിങ്ങളുടെ കയ്യിൽ നോട്ട് പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടോ? ഹലോ, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ല, അത് പോരാ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ മൊബൈലിലാണ് നോക്കുന്നതെങ്കിൽ, മനസ്സിലായ, മൊബൈലിലാണ് നോക്കുന്നതെങ്കിൽ നമുക്കിത് കിട്ടത്തില്ല. ഇപ്പൊ ഞാൻ രണ്ട് മൊബൈൽ വെച്ച് നോക്കിയിട്ട് വെച്ചിട്ട് മറ്റേ മൊബൈലിൽ നോക്കും. അതല്ല, അത് സമ്മതിച്ചു. എല്ലാവർക്കും അതൊക്കത്തില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. എന്നുവെച്ചാൽ നമുക്കുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ വളരെ ചെറുതാണ്. ഇത് റീഡ് ചെയ്ത് അപ്പുറവും കൂടെ റീഡ് ചെയ്യണം. ഇത് രണ്ടും കൂടെ നമുക്ക് റീഡ് ചെയ്യാൻ ഒക്കത്തില്ല. മനസ്സിലായ? ഈ 2 ഭാവം കൂടെ നമുക്ക് റീഡ് ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നോട്ട് നേരത്തെ തരുന്നത്. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് തരാതെ നോട്ട് നേരത്തെ തരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പം ആ നോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇത് ഈ ഒരു രീതിയിൽ പേപ്പറിൽ കിട്ടുമ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. മറ്റേതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മൊബൈലിൽ മാറ്റി നിൽക്കേണ്ടി വരും. ആ ഒരു എളുപ്പത്തിനാണ് ഞാൻ നോട്ട് നേരത്തെ തരാമെന്ന് പറഞ്ഞത്. അതെ. അപ്പം ചന്ദ്രൻ നിൽക്കുന്നത് 8 ഡിഗ്രി 56 മിനിറ്റിലാണ്. 8 ഡിഗ്രി 56 മിനിറ്റിലാകുമ്പോൾ അവിടെ 11ാമത്തെ ഭാവം തുടങ്ങുന്നത് 20-14 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് ഏതാണ്ട് 11 ഡിഗ്രിക്ക് മേളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ചന്ദ്രൻ നിൽക്കുന്നത് 11-ലല്ല 10-ലാണ്. അതിൻ്റെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് കർക്കിടകമാണ്, 8ാം ഭാവമാണ്. അപ്പോൾ അത് തരുന്നത് 10ന്റെയും 8ന്റെയും ഫലങ്ങളാണ്. അടുത്തത് കുജൻ നിൽക്കുന്നത് വൃശ്ചികത്തിലാണ്. 15 ഡിഗ്രി 43 മിനിറ്റ് 33 സെക്കൻഡ് ആണ് നിൽക്കുന്നത്. അപ്പൊ കുജൻ നിൽക്കുന്നത് 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് അവിട്ട നക്ഷത്രത്തിലായി അല്ലേ? അവിട്ട നക്ഷത്രത്തിലായി. അപ്പം കുജൻ നിൽക്കുന്നത് അനിഴ നക്ഷത്രത്തില് ഇപ്പം കുജന്റെ രാശിയില് ശനിയുടെ നക്ഷത്രത്തില് ഇത് ആ ഡിഗ്രി വരുമ്പോൾ ജൂപ്പിറ്റർ ഗുരുവിന്റെ സബ്ലോഡിലാണ് നിൽക്കുന്നത്. അപ്പൊ അത് എവിടെ നിൽക്കുന്നതെന്ന് നോക്കിയേ. 15 ഡിഗ്രി 43 മിനിറ്റ്. 12ാം ഭാവം തുടങ്ങുന്ന എവിടെ നോക്കിയേ. 17 ഡിഗ്രി 43 മിനിറ്റ്. അപ്പം 3 ഡിഗ്രിക്കകത്താണ് കുജൻ നിൽക്കുന്നത്. അതുകൊണ്ട് കുജൻ തരുന്ന ഫലം 12ആണ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഓണർഷിപ്പ് ഉള്ളത് 5ഉം 12ഉം ആണ്. അപ്പം 12 പിന്നെ 5ഉം 12 അതിൻ്റെ ഓണർഷിപ്പ്. അതുപോലെ ബുധൻ ഇവിടെ വക്രത്തിലാണ്. പക്ഷെ നമ്മൾ ജാതകം നോക്കുമ്പോൾ വക്രം നോക്കാറില്ല. പ്രശ്നം നോക്കുമ്പോൾ മാത്രമേ നമ്മൾ വക്രം നോക്കാറുള്ളൂ. ജാതകം നോക്കുന്ന സമയത്ത് വക്രം മറന്നേക്കുക. അപ്പം ബുധൻ നിൽക്കുന്നത് വീണ്ടും 7 ഡിഗ്രി 8 മിനിറ്റ് 56 സെക്കൻഡിലാണ്. അപ്പം 7 മിനിറ്റ് 56 സെക്കൻഡ് എന്ന് പറയുമ്പോൾ അതും അനിഴത്തിലാണ്. അനിഴത്തിൻ്റെ 2ാം പാദമാണ്. അനിഴത്തിൻ്റെ 2ാം പാദത്തിൽ ഇപ്പം കുജന്റെ നക്ഷത്രത്തില് കുജന്റെ രാശിയിൽ ശനിയുടെ നക്ഷത്രത്തിൽ മെർക്കുറിയുടെ സബ്ലോഡായിട്ടാണ് ബുധൻ നിൽക്കുന്നത്. അപ്പം ബുധൻ നിൽക്കുന്നത് 7 ഡിഗ്രിയാണ്. 12ാം ഭാവം തുടങ്ങുന്നത് 17 ഡിഗ്രി 43 മിനിറ്റ് ആണ്. അപ്പം അത് ഏതാണ്ട് 10 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് 11ാമത്തെ ഭാവത്തിലെടുക്കും. അപ്പോൾ 11ാം ഭാവത്തിൽ അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥുനം 7ാം ഭാവമാണ്. 10ാം ഭാവം കന്നിയാണ്. അപ്പോൾ 7ഉം 10ഉം ആയിട്ട് എടുത്തു. 11, 7, 10 ഭാവങ്ങളുടെ ഫലം ആണ് ബുധൻ തരുന്നത്. അടുത്തത് വ്യാഴം നിൽക്കുന്നത് കർക്കിടകത്തിലാണ്. കർക്കിടകത്തിൽ 0 ഡിഗ്രി
57 മിനിറ്റ് 35 സെക്കൻഡ്. 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് വിശാഖത്തിന്റെ 4-ാം പാദമാണ്. അപ്പൊ വിശാഖം എന്ന് പറഞ്ഞാൽ ഗുരു. അപ്പൊ ഗുരു സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പം കർക്കിടകം എന്ന് വെച്ചാൽ പുണർദല്ലേ? ഏതാ? അല്ല, സോറി പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പം അപ്പം ചന്ദ്രന്റെ രാശിയിൽ വ്യാഴത്തിന്റെ നക്ഷത്രത്തിൽ സബ്ലോഡ് മാഴ്സാണ്. അപ്പം മാഴ്സിന്റെ സബ്ലോഡായിട്ട് നിൽക്കുന്നു. അപ്പം അത് നിൽക്കുന്നത് എവിടെ നിന്ന് നോക്കിയേ? 8-ാം ഭാവം തുടങ്ങുന്നത് 14 ഡിഗ്രി 15 മിനിറ്റ് 53 സെക്കൻഡാണ്. അതേസമയത്ത് ഗുരു നിൽക്കുന്നത് 0 ഡിഗ്രി 57 മിനിറ്റിലാണ്. അപ്പോൾ ഇവിടെ ഏതാണ്ട് 14 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് 8-ാം ഭാവം തുടങ്ങുന്നത് ഇവിടെയാണ്. അപ്പം മറ്റുള്ള നമ്മളെ വേദിക ജ്യോതിഷത്തിലെ കണക്ക് നമ്മൾ ഭാവമധ്യമല്ല എടുക്കുന്നത്, ഭാവത്തിന്റെ തുടക്കം, അതിർത്തി, അതാണ് കസ്പ് എന്ന് പറയുന്നത്. അപ്പം ആ 8-ാമത്തെ കസ്പ് തുടങ്ങുന്നത് 14 ഡിഗ്രി 15 മിനിറ്റിലാണ്. അപ്പം വ്യാഴം നിൽക്കുന്നത് 7-ാം ഭാവത്തിലാണ്. 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് അത് ധനുവിൻ്റെയും മീനത്തിന്റെ അധിപനാണ്. അപ്പോൾ 1-ന്റെയും 4-ന്റെയും അധിപനാണ്. 1-ന്റെയും 4-ന്റെയും അധിപനായി. ഇനിയുള്ളത് തുല. ഒരു സെക്കൻഡേ, രനി ഞാൻ വിളിക്കാൻ. രനി ഒരു ക്ലാസ്സിലാണ്. രനി ഞാൻ പോയി കണ്ടിരുന്നു, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം വ്യാഴം നിൽക്കുന്നത് 7-ാം ഭാവത്തിലും അതിന്റെ ഓണർഷിപ്പ് 1-ഉം 4-ഉം ആണ്. അടുത്തത് ശുക്രൻ നിൽക്കുന്നത് ഇവിടെ നോക്കി. ശുക്രൻ നിൽക്കുന്നത് തുലാത്തിലാണ്. 19 ഡിഗ്രി 56 മിനിറ്റ് 41 സെക്കൻഡ്. അപ്പം അത് നിൽക്കുന്നത് രാഹുവിന്റെ അവസാനത്തെ 4-ാമത്തെ പാദത്തിലാണ്. അപ്പം ശുക്രന്റെ ക്ഷേത്രത്തില്, രാഹുവിന്റെ നക്ഷത്രത്തില്, ചൊവ്വയുടെ സബ്ലോഡായിട്ടാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ രാഹുവിന്റെ ഏറ്റവും അവസാനത്തെ സബ്ലോഡ് രാഹുൽ തുടങ്ങിയാൽ അതിന്റെ സബ്ലോഡ് അവസാനിക്കുന്നത് ചൊവ്വയിലാണ്, അല്ലേ? ആ ഓർഡർ വരുമ്പോൾ രാഹു തുടങ്ങി, വ്യാഴം വന്നു, ശനി വന്നു, അവസാനം വന്നിട്ട് അവസാനം നമ്മളാ ദശ നോക്കുമ്പോഴും പ്രത്യേക ദശയും അന്തർദശയൊക്കെ നോക്കുമ്പോൾ വരുന്ന അതേപോലെ രാഹുവിന്റെ തൊട്ട് മുമ്പത്തെ ദശയിലാണ് അത് അവസാനിക്കുന്നത്. അതുപോലെ അപ്പം ഇവിടെ ഈ നോക്കി എത്ര വളരെ കുറച്ച് 20 ഡിഗ്രി അവിടെ വിശാഖം തുടങ്ങിയാണ്. ഇത് 19:56 നിൽക്കുന്നത്. അപ്പം 20 ഡിഗ്രിയിൽ 20:14 11-ാം ഭാവം നിൽക്കുന്നു. ശുക്രൻ തുടങ്ങുന്നത് 19:56. അപ്പോൾ ശുക്രൻ നിൽക്കുന്നത് 11-ാം ഭാവത്തിലാണ്. 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പം അതിൻ്റെ ശുക്രന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് 6-ഉം 11-ഉം. 6-ഉം 11-ഉം. അപ്പോൾ 11, 6, 11 എന്നുള്ളതായി. ഇനിയുള്ളത് ശനി മീനരാശിയിലാണ് നിൽക്കുന്നത്. ശനി മീനരാശിയിൽ നിൽക്കുന്നു. മീനരാശി 1 ഡിഗ്രി 7 മിനിറ്റ് 27 സെക്കൻഡ് എന്ന് പറയുമ്പോൾ പൂരിട്ടാതിയുടെ അവസാനത്തെ പാദത്തിൽ, പൂരിട്ടാതി 4-ാമത്തെ പാദത്തിൽ നിൽക്കുന്നു. അപ്പം ജൂപ്പിറ്ററിന്റെ രാശിയിൽ, ജൂപ്പിറ്ററിന്റെ നക്ഷത്രത്തിൽ ചൊവ്വയുടെ സബ്ലോഡായിട്ട് നിൽക്കുന്നു. അപ്പം ജൂപ്പിറ്റർ മീനൻ രാശി അവിടെ നോക്കി 4-ാം ഭാവം തുടങ്ങുന്നത് 19:45 അതേ സമയത്ത് ഈ ശനി നിൽക്കുന്നത് 1 ഡിഗ്രി 7 മിനിറ്റിലാണ്. അപ്പോൾ 18 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ അപ്പം ഓക്കെ 3-ാം ഭാവത്തിൽ ശനി 3-ാം ഭാവത്തിൽ നിൽക്കുന്ന 2-ന്റെയും 3-ന്റെയും ഓണർഷിപ്പാണ് ശനിക്കുള്ളത്. ഇനിയുള്ളത് രാഹു നിൽക്കുന്ന എവിടെയാണ്? രാഹു നിൽക്കുന്നത് 20 ഡിഗ്രി 16 മിനിറ്റ് 20 ഡിഗ്രി 22 മിനിറ്റിലാണ് രാഹു നിൽക്കുന്നത്. 20 ഡിഗ്രി 22 മിനിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ പൂരിട്ടാതി തുടങ്ങി. അപ്പൊ പൂരിട്ടാതിയുടെ നക്ഷത്രത്തിൽ നിൽക്കുന്നു. അപ്പൊ ശനിയുടെ രാശിയിൽ 3-ാം ഭാവത്തിലാണ് 16 തുടങ്ങുന്നത്. 3-ാം ഭാവത്തിൽ ശനിയുടെ രാശിയിൽ രാഹുവിന്റെ നക്ഷത്രത്തിൽ അതിന്റെ സബ്ലോഡ് ഏതാണ്? സബ്ലോഡ് വരുന്നത് വ്യാഴമാണ്. വ്യാഴത്തിന്റെ സബ്ലോഡ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഫലം തരുന്നത്
രാഹുവിന്റെ ഫലം തരുന്ന ആ സ്ഥലത്ത് അത് 9 നിൽക്കുന്ന സ്ഥലത്തെ ഫലം തരുന്നു. ഇനിയുള്ളത് കേതു. അത് സാർ ഒരു ഡൗട്ട് നമ്മൾ ഉണ്ട്. പറയും. സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞ രാഹുല് ഇപ്പം കൂടെ നിൽക്കുന്ന പ്ലാനറ്റോ അല്ലെങ്കിൽ ദൃഷ്ടി ചെയ്യുന്ന പ്ലാനറ്റ്സിന്റെയും കൂടി അല്ല, നമ്മൾ ഇത് എഴുതുമ്പോൾ അത് എഴുതണ്ട. ഈ ഒരു ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ ഒരു കാര്യം എഴുതുന്നില്ല. ഇത് നമ്മൾ ഓക്യുപ്പൈ ചെയ്യുന്ന സ്ഥലമൊന്നും മാത്രമേ നമ്മൾ പറയുന്നു. ഫലം തരുന്ന സ്ഥലം നമ്മൾ എഴുതുന്നില്ല. മനസ്സിലായ? അത് അതിന്റെ റൂളാണ്. നമ്മളിപ്പോൾ ഇത് ഓക്യുപ്പൈ ചെയ്യുന്ന സ്ഥലം മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ. 9 ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. അത് ഓണർഷിപ്പ് ഒന്നും ഇല്ല. രാഹുവിന് ഓണർഷിപ്പ് ഇല്ല. ഓണർഷിപ്പ് ഇല്ല. അപ്പൊ ഈ സംബന്ധിച്ച് ഈ 3-ാം ഭാവത്തിൻ്റെതായ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അല്ല, ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന 3-ാം ഭാവത്തിലെന്ന് നമ്മൾ പറയുന്നുള്ളൂ. ഫലം തരുന്ന ഏതെന്ന് ഞാൻ പറയുന്നില്ല. ഫലം തരുന്ന ഏത് തരും? ഫലം ചിലപ്പോൾ ഇവിടെ നോക്കി രാഹുവിനെ പിന്നെ ദൃഷ്ടി ചെയ്യുന്നത് ആരുണ്ട്? കുജൻ 1, 2, 3, 4. കുജൻ ചെയ്യത്തില്ല. കാര്യം കുജൻ 15 ഡിഗ്രിയും രാഹു 20 ഡിഗ്രിയാണ്. മനസ്സിലായ? 3 ഡിഗ്രിക്കകത്താണെങ്കിലേ അതിന്റെ ഫലം തരുള്ളൂ. ശരി. അപ്പൊ രാഹു ഫലം തരുന്നത് ശനിയുടെ ഫലം തരും. ശനിയുടെ രാശിയിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ നക്ഷത്രം നിൽക്കുന്നത് വ്യാഴമാണ്. അപ്പൊ വ്യാഴത്തിന്റെ ഫലം തരും. അപ്പൊ രാഹു നിൽക്കുന്നത് ഏത് ഗ്രഹമായാലും ആ ഗ്രഹം ആദ്യത്തെ ഫലം തരുന്ന ഏതാണ്? അതിന്റെ നക്ഷത്രത്തിന്റെ ഫലം എന്തായാലും തരും, ഇല്ലേ? പിന്നെ തരുന്നത് ആ നിൽക്കുന്ന രാശിയുടെ അധിപന്റെ ഫലം തരും. അപ്പൊ പക്ഷെ ഇവിടെ നമ്മൾ വേറെ ഒന്നും എഴുതുന്നില്ല. നമ്മൾ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഓണർഷിപ്പ് ഇല്ല. കേതുവിനും ഓണർഷിപ്പ് ഇല്ല. ബാക്കിയുള്ള ഫലങ്ങളെല്ലാം ഓണർഷിപ്പ് ഉണ്ട്. അപ്പൊ കേതുവിന്റെ ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. അതായത് സാർ ഇപ്പൊ പറയുന്നത് ഈ എക്സാമ്പിള് പറയുന്നത് ഓരോ പ്ലാനറ്റിന്റെയും ഭാവങ്ങളും ഓണർഷിപ്പ് ഭാവങ്ങളും മാത്രമാണ് ഈ മാത്രമാണ് നമ്മളിവിടെ ഫലങ്ങളുടെ പിന്നീട് പറയും. ഞാൻ ഫലങ്ങളല്ല പറയുന്നത്. നമ്മൾ ഒരു ചാർട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഗ്രഹങ്ങളുടെ ചാർട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് കാണിച്ചു തന്നതാണ്. മനസ്സിലായ? ഈ ഒരു ചാർട്ട് ഉണ്ടാക്കേണ്ടത് എങ്ങനെ, ഈ ചാർട്ട് നമുക്ക് കിട്ടുന്ന ഇതുപോലെയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. അപ്പം ഇത് ഓക്യുപ്പൈ ചെയ്ത സ്ഥലങ്ങളും ഇത് ഓണർഷിപ്പുമാണ്. ഇപ്പോൾ ഇവിടെ രാഹുവിനും കേതുവിനും ഓണർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മളോടൊന്നും എഴുതുന്നില്ല. ഫലം പറയുമ്പോഴേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഇതിനകത്ത് ദൃഷ്ടി അങ്ങനെയുള്ള ഫലമായിട്ട് നമ്മൾ ഇതിനകത്തൊന്നും പറയുന്നില്ല. അത് നമ്മൾ ചെയ്തോളണം. പിന്നെ അതിനകത്ത് വലിയ ടേബിൾ വരണം. മനസ്സിലായ? ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രഹത്തിന്റെ പൊസിഷൻ അറിയാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണിത്. നമുക്കിത് നോക്കി അറിയാം ഏത് ഭാവത്തിൽ നിൽക്കുന്നതെന്നറിയാം. എന്നിട്ട് പിന്നെ ഇവിടെ നോക്കാം. ഇത് ഓക്കെ, വ്യാഴത്തിന്റെ നക്ഷത്രത്തിൽ നിൽക്കുന്നു. അപ്പോൾ വ്യാഴത്തിന്റെ ഫലം തരും. ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ശനിയുടെ ഫലങ്ങൾ തരും എന്ന് പറയാം. ഇതെന്ന് പറഞ്ഞാൽ ഈ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. നമ്മളൊരു ഒരു ചാർട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ബേസിക് ടേബിളാണ്, അല്ലേ? അപ്പം കേതു നിൽക്കുന്നത് 20 ഡിഗ്രി 22 മിനിറ്റിലാണ്. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ ഇനിയിപ്പം മറ്റത് വരും. ഇത് ബേസിക് ആയിട്ട് പറയുന്നുള്ളൂ. അതിന്റെ സ്ഥലം ലൊക്കേഷൻ മാത്രമേ പറയുന്നുള്ളൂ. അടുത്തത് വരുമ്പോൾ അതിന്റെ സബ്ലോഡ് നിൽക്കുന്ന എവിടെ. ഇത് ഇപ്പം രാഹു നിൽക്കുന്നു. രാഹു ശരിയായിട്ട് ഫലം തരേണ്ടത് എവിടെയാണ്? രാഹുവിന്റെ നക്ഷത്രത്തിന്റെ ഫലമാണ് തരേണ്ടത്. അപ്പൊ രാഹു വ്യാഴത്തിന്റെ ഫലം തരും. അപ്പൊ വ്യാഴം എവിടെ നിൽക്കുന്നു? വ്യാഴം 7-1 ഫലം 7-1-4 ഫലം തരും. അതാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ ഗ്രഹങ്ങളുടെ ഫലം തരുന്നത് എന്തുവാ? അതിന്റെ നക്ഷത്രമാണ് ഫലം തരുന്നത്. ഇപ്പൊ രാഹു നിൽക്കുന്ന നക്ഷത്രം എവിടെയാണ്? വ്യാഴമാണ്. വ്യാഴം. അപ്പൊ വ്യാഴത്തിന്റെ ഫലമാണ് തരുന്നത്. ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഇവിടെ നോക്കി ചന്ദ്രൻ നിൽക്കുന്ന എവിടെയാണ്? രാഹുവിന്റെ നക്ഷത്രത്തിൽ. അപ്പൊ ചന്ദ്രന് തരുന്നത് രാഹുവിന്റെ ഫലമാണ് തരുന്നത്. അപ്പം ചന്ദ്രന്റെ ഫലം തരുന്നത് രാഹുവാണ്. അപ്പം ചന്ദ്രൻ ഓക്യുപ്പൈ ചെയ്യുന്നതും മറ്റത്. അപ്പൊ നമ്മളിപ്പം അപ്പൊ രാഹു ഏതിന്റെ ഫലം തരും? രാഹു 3-ാം ഭാവത്തിന്റെ ഫലം തരും. പിന്നെ അത് അതിന്റെ നക്ഷത്രത്തിന്റെ അതിന്റെ ഭാവത്തിന്റെയും ഫലം. അത് റൂളുകളാണ്. ഇത് റൂളല്ല. ഇത് നമ്മൾ ആ ചാർട്ടിലെ ഗ്രഹങ്ങളുടെ പൊസിഷൻ പറയുന്നതാണ്. മനസ്സിലായ? മറ്റേത് വരുമ്പോൾ മാറിക്കൊള്ളും. ഞാൻ അടുത്ത ക്ലാസ് എടുത്ത് വരുമ്പോൾ ആ സംശയം മാറിക്കൊള്ളും. അപ്പൊ ഇനി രാഹു നിൽക്കുന്നു 20 ഡിഗ്രി 12 മിനിറ്റിലാണ്. 20 ഡിഗ്രി 12 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ നക്ഷത്രമാണ്? ശുക്രന്റെ നക്ഷത്രം. കേതു നിൽക്കുന്നത് ശുക്രന്റെ നക്ഷത്രത്തിലാണ്. ശുക്രന്റെ നക്ഷത്രത്തിൽ നിൽക്കുന്നു. ശുക്രന്റെ നക്ഷത്രം ശനിയുടെ ക്ഷേത്രത്തില് ശുക്രന്റെ നക്ഷത്രത്തില് അത് ജൂപ്പിറ്ററാണ് സബ്ലോഡ്. അപ്പൊ ആ രാഹു നിൽക്കുന്ന സ്ഥലം എവിടെയാണ്? 9th ഹൗസാണ്. അപ്പോൾ 9-ാം ഭാവം. പിന്നെ ഞാൻ പിന്നെ പഠിപ്പിച്ചു തരാം. ഫോർച്യൂണ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗ്യസ്ഥാനമാണ്. അത് പ്രത്യേകം ക്ലാസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഗ്രഹങ്ങളുടെ പൊസിഷനാണ്. ഇനി നമുക്ക് വേണ്ടത്
ഭാവങ്ങളുടെയാണ്, ഓരോ ഭാവങ്ങളുടെയും. അതാണ് ഇത്. ഒന്നാം ഭാവം എവിടെ നിൽക്കുന്നു നോക്കിയേ. ഒന്നാം ഭാവം ധനുവില്, രണ്ടാം ഭാവം മകരത്തില്, മൂന്നാം ഭാവം കുംഭത്തില്, നാലാം ഭാവം മീനത്തില്, അഞ്ചാം ഭാവം മേടത്തില്, ആറാം ഭാവം ഇടവത്തില്, ഏഴാം ഭാവം മിഥുനത്തില്, എട്ടാം ഭാവം കർക്കിടകത്തില്, ഒമ്പതാം ഭാവം ചിങ്ങത്തില്, പത്താം ഭാവം കന്നിയില്, 11ാം ഭാവം തുലാത്തില്, 12ാം ഭാവം വൃശ്ചികത്തില്. അപ്പം അത് ഈക്വലായിട്ട് എല്ലാ രാശിയിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഡിഗ്രി വൈസ് വ്യത്യാസമുണ്ട്. അപ്പം ധനുവിന്റെ കസ്പ് എന്ന് പറയുന്നത് 14 ഡിഗ്രി 4 മിനിറ്റ് 50 സെക്കൻഡാണ് ധനുവിന്റെ ആ ഒന്നാം ഭാവത്തിന്റെ കസ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാം ഭാവം തുടങ്ങുന്നത് എവിടെ? അപ്പൊ നമുക്ക് ഇപ്പം സാധാരണ നമ്മൾ ഇത് ഡിഗ്രി കാണിക്കാറില്ല. ലഗ്നം നിരത്തേ ഉള്ളൂ അല്ലേ? ലഗ്നം നിരത്തേ ഉള്ളൂ. അപ്പൊ ലഗ്നത്തിന്റെ ഇത് ഏതാണ്? ലഗ്നത്തിന്റെ നമ്മൾ നോക്കി ലഗ്നത്തിന്റെ പിന്നെ ഭാവാധിപൻ ഏതാണ്? ആ ഭാവാധിപൻ എവിടെയാണ്? ലഗ്നം എവിടെയാണ് നവാംശം ചെയ്തിരിക്കുന്നത് മാത്രമേ നോക്കുള്ളൂ. ബാക്കി ഒരു ഭാവങ്ങളും നവാംശം ചെയ്യുന്നത് നോക്കാറില്ല നമ്മൾ. അത് പിന്നെ ആ രീതിയിൽ അവിടെ ഒന്ന് തുടങ്ങിയാൽ പിന്നെ 2-3 പോവുകയല്ലേ ചെയ്യുള്ളൂ അല്ലേ? അപ്പം ഇത് നോക്കിയേ. അപ്പൊ ഒന്നിന്റെ കസ്പ് എന്ന് വെച്ചാൽ അതിർത്തി, ആ രണ്ട് ബോർഡർ. അതാണ് 14 ഡിഗ്രി 04 50 സെക്കൻഡാണ് ഒന്നാം ഭാവത്തിന്റെ കസ്പ് എന്ന് പറയുന്നത്. അപ്പം ഒന്നാം ഭാവം 14 ഡിഗ്രി എന്ന് പറയുമ്പോൾ അപ്പൊ ഈ ക്ഷേത്രം ഏതായി? ഇത് ധനുവിന്റെ ക്ഷേത്രം അല്ല, ഗുരുവിന്റെ ക്ഷേത്രമായി. ഗുരുവിന്റെ ക്ഷേത്രത്തില് ശുക്രനാണ്. ശുക്രന്റെ നക്ഷത്രത്തില് എന്ന് വെച്ചാൽ 13 ഡിഗ്രി 20 മിനിറ്റ് കഴിയുമ്പോൾ ശുക്രൻ തുടങ്ങി. ഇപ്പൊ ശുക്രന്റെ ആദ്യത്തെ പാദത്തിലാണ്. ശുക്രന്റെ നക്ഷത്രത്തില് അതിന്റെ ആദ്യത്തെ പാദം വളരെ തുടങ്ങിയുകൊണ്ട് ശുക്രന്റെ ഉപാധി സബ്ലോഡും ശുക്രൻ തന്നെ ആയിരിക്കും. വളരെ വളരെ കുറച്ച് ഏതാണ്ട് ഒരു ഡിഗ്രിക്കകത്താണ്. എന്ന് വെച്ചാൽ 13-20 മുതൽ 14-4 വരെ ഒരു വളരെ കുറച്ച് ഒരു 40-44 ഡിഗ്രിക്കകത്ത് ആണ് നിൽക്കുന്നത്. ഇപ്പൊ ശുക്രൻ ഏതാണ്ട് അതിന്റെ ആ പീരീഡ് എന്ന് വെച്ചാൽ 2 മിനിറ്റിന് മേളിലാണ്. 2 മിനിറ്റിന് മേളിലാണ്. അപ്പൊ ഇത് ആ 44 ആയപ്പോഴത്തേക്ക് ശുക്രന്റെ സബ്ലോഡ് എന്ന് പറഞ്ഞാൽ ശുക്രൻ തന്നെയാണ്. അപ്പം ശുക്രന്റെ നക്ഷത്രം പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് പറയാമോ? ഓക്കെ. ഒന്നാം ഭാവം നമ്മൾ ഓരോ ഭാവങ്ങൾ പഠിക്കുകയാണ്. ഒന്നാം ഭാവം ധനുവില് ഭാവം തുടങ്ങുന്നത് 14 ഡിഗ്രി 4 മിനിറ്റ് 50 സെക്കൻഡ്. അപ്പോൾ അതില് ധനുവില് 3 നക്ഷത്രങ്ങൾ നമുക്കുണ്ട് അല്ലേ? ആദ്യത്തെ 13 ഡിഗ്രി എന്ന് പറയുന്നത് മൂലവും, അടുത്ത 13 ഡിഗ്രി 20 മിനിറ്റ് എന്ന് പറയുന്നത് പൂരാടവും, പിന്നെ ബാക്കിയുള്ളത് ഉത്രാടത്തിന്റെ കാൽഭാഗമാണ് അല്ലേ? അപ്പം 13 കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് 13-20 കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് 40-44 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഒന്നാം ഭാവം തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ നക്ഷത്രം നിൽക്കുന്നത് പൂരാടത്തിലാണ്. അപ്പോൾ ഒന്നാം ഭാവത്തിന്റെ നക്ഷത്രം പൂരാടമാണ്. പൂരാടത്തിന്റെ അധിപൻ എന്ന് പറഞ്ഞാൽ ശുക്രനാണ്. അപ്പോ ഇവിടെ ശുക്രനാണ്. അപ്പം 14 ഡിഗ്രി 4 മിനിറ്റ് 50 സെക്കൻഡ് എന്ന് പറയുന്നത് ശുക്രനാണ്. അപ്പം ഒന്നാം ഭാവം തുടങ്ങുന്ന എവിടെയാ? വ്യാഴത്തിന്റെ രാശിയില് ശുക്രന്റെ നക്ഷത്രത്തില്. അപ്പൊ അത് തുടങ്ങുന്നത് കൊണ്ട് ശുക്രന്റെ സബ്ലോഡും ശുക്രനാണ്. അപ്പൊ നമ്മൾ വേണമെങ്കിൽ ഞാൻ ആ ഒരു ധനുവില് എത്രയായിരുന്നു നമുക്ക് വന്നേ? 14-4-50 14-4-50 എന്ന് പറയുമ്പോൾ 14 ഇവിടെ വരും. 13 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 15 ഡിഗ്രി 33 മിനിറ്റ് വരെ പൂരാടത്തിന്റെ ആദ്യത്തെ സബ്ബാണ്. അതിൽ വ്യാഴവും ശുക്രന്റെ തന്നെ സബ്ബാണ്. നമ്മൾ ആ പിന്നെ ഇപ്പൊ ശുക്രൻ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. ശുക്രൻ, രവി, ചന്ദ്രൻ, കുജൻ, രാഹു, ഗുരു. നമ്മൾ ആ പിന്നെ ദശയുടെ അന്തർദശ പറയുന്ന കണക്കെയുള്ള ഇത് അന്തർദശയുടെ ഇതായിട്ട് എടുത്താൽ മതി. അന്തർദശ പറയുന്ന കണക്കാണ്. അപ്പൊ ശുക്രന്റെ ഇതില്
ശുക്രന്റെ തന്നെ സബ് ലോഡിലാണ് നിൽക്കുന്നത്. അതായത് പൂരാട നക്ഷത്രമായതുകൊണ്ട് പൂരാടത്തിന്റെ നക്ഷത്രാധിപൻ ശുക്രൻ, നക്ഷത്രാധിപനായി ആ നക്ഷത്രത്തിന് നമ്മൾ പിന്നെ 9 ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ സബ്ലോഡും നക്ഷത്രത്തിൽ ശുക്രൻ വന്നു. അതെ, ആ നക്ഷത്രത്തിന് നോക്കി നമ്മൾ ആ പൂരാട നക്ഷത്രം ഇവിടെ തന്നെ മൂലം നക്ഷത്രം എടുത്തേ. മൂലം കേതുവിനെ നമ്മൾ 9 ഡിവൈഡ് ചെയ്തു. ഈ 9 ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാ കേതുവിന് എത്ര വരുന്നുണ്ട്? കേതുവിന് 0 ഡിഗ്രി 46 സെക്കൻഡ്, 46 മിനിറ്റ് 40 സെക്കൻഡ്. ശുക്രനാണെങ്കിൽ 2 ഡിഗ്രി 13 മിനിറ്റ് 20 സെക്കൻഡ്. സൂര്യനാണെങ്കിൽ 4 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ചന്ദ്രനാണെങ്കിൽ 1 ഡിഗ്രി 6 മിനിറ്റ് 10 സെക്കൻഡ്. ചൊവ്വയാണെങ്കിൽ 46 മിനിറ്റ് 40 സെക്കൻഡ്. രാഹു ആണെങ്കിൽ 2 മിനിറ്റ്. വ്യാഴമാണെങ്കിൽ 1 ഡിഗ്രി 46 മിനിറ്റ് 40 സെക്കൻഡ്. ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിഗ്രി 6 മിനിറ്റ് 40 സെക്കൻഡ്. ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിഗ്രി 53 മിനിറ്റ് 20 സെക്കൻഡ്. ഇതെന്ന് പറഞ്ഞാൽ 7ന് 120 വർഷത്തിന് 7 വർഷം ആണെങ്കിൽ ഒരു 13 ഡിഗ്രി 20 മിനിറ്റിന് എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 120 ഡിഗ്രിക്ക് 7 മിനിറ്റ് ആണെങ്കിൽ 120 വർഷത്തിന് 7 വർഷമാണെങ്കിൽ 800 മിനിറ്റിന് എത്ര മിനിറ്റ് എന്നാണ് കണക്ക്. 800 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ഡിഗ്രിയെ നമ്മൾ 60 കൊണ്ട് ഗുണിച്ചിട്ട് ബാക്കിയുള്ള 20 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 800 കിട്ടും. ഇതെന്താ ശുക്രന്റെ നോക്കി ശുക്രന്റെ 20 ഡിഗ്രിയെ 120 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതിന് 13-20 കൊണ്ട് 13-20 നമുക്ക് കാണേണ്ടത്. 13-20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 20 അപ്പം നമ്മൾ വീണ്ടും മാറ്റുകയാണ്. ഇപ്പം 20 വർഷം എന്ന് പറയുന്നത് സൂര്യൻ്റെതും 120 ശുക്രൻ്റെതും 120 ടോട്ടൽ വർഷവും. 800 എന്ന് പറയുന്നത് 13നെ നമ്മൾ 13 ഗുണം 60 പ്ലസ് 20, 13 പ്ലസ് 60 പ്ലസ് 20, 13 60 പ്ലസ് 20 780 പ്ലസ് 800 മിനിറ്റ്. ഒരു ഡിഗ്രി എന്ന് പറയുന്നത് 800 മിനിറ്റ് ആണ്. ഒരു 13 ഡിഗ്രി 20 മിനിറ്റ്. ഒരു നക്ഷത്രത്തിന്റെ മിനിറ്റ് നമ്മൾ ഡിഗ്രി ആയിട്ട് പറയാതെ മിനിറ്റ് ആയിട്ട് പറയുമ്പോൾ ഇതാണ്. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പം 20/800/120 എന്ന രീതിയിൽ കണക്കാക്കുക. അപ്പോഴും നമുക്ക് ഇങ്ങനെ കിട്ടും. 133 ഡിഗ്രി 0.33 മിനിറ്റ് എന്ന് കിട്ടും. അത് നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മിനിറ്റായി. വീണ്ടും 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും ബാക്കി എടുക്കുമ്പോൾ 13ആയി. അതിൻ്റെ ബാക്കി 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20ആയി. അപ്പം അങ്ങനെയാണ് 2 ഡിഗ്രി 13 മിനിറ്റ് 20 സെക്കൻഡ് എന്ന് കിട്ടുന്നത്. അതുപോലെ ഇപ്പോൾ ഇവിടെ വീനസിന്റെ സബ്ലോഡായി. അടുത്ത 2ാം ഭാവം തുടങ്ങുന്ന മകരത്തിൽ 14 ഡിഗ്രി 15 മിനിറ്റിലാണ്. അപ്പോൾ 15 മിനിറ്റ് ആകുമ്പോൾ 14 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് ചന്ദ്രന്റെ നക്ഷത്രമായി. 3:20 മുതൽ നമുക്ക് ഇവിടെ ചന്ദ്രൻ തുടങ്ങിയാണ് അല്ലേ? 3 ആദ്യത്തെ ഈ മുക്കാൽ പിന്നെ അല്ല 10 ഡിഗ്രി മുതൽ ആദ്യത്തെ 10 ഡിഗ്രി വരെ സൂര്യന്റെ ഉത്തരത്തിന്റെ 3 പാദം വരും. അത് കഴിഞ്ഞാൽ ചന്ദ്രൻ തുടങ്ങിയാണ്. 14, 15, 53 ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രന്റെ തിരുവോണ നക്ഷത്രം ശനിയുടെ രാശിയിൽ ചന്ദ്രന്റെ നക്ഷത്രത്തിൽ വ്യാഴത്തിന്റെ സബ്ലോഡായിട്ട് വരും. ആ ടേബിൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇനിയുള്ളത് 3ാം ഭാവം എന്ന് പറഞ്ഞാൽ കുംഭത്തിലാണ്. കുംഭത്തിൽ 16, 46, 59 ആണ്. 16, 46, 59 ഡിഗ്രിയിൽ. ഇപ്പോൾ ചതയത്തിന്റെ 4ാം പാദമായപ്പോൾ രാഹുവായി. അപ്പം ശനിയുടെ ക്ഷേത്രത്തിൽ രാഹുവിന്റെ നക്ഷത്രത്തിൽ ശുക്രന്റെ ഇത് വന്നു. അപ്പൊ നമുക്കിപ്പം ഇത് രണ്ടും ആദ്യത്തെ 2 കോളം വരുമ്പോൾ നമുക്ക് ഏത് ഭാവം വന്നെന്ന് മനസ്സിലായി. ഇപ്പം ജൂപ്പിറ്റർ വീനസ് എന്ന് പറയുമ്പോൾ നമുക്ക് ജൂപ്പിറ്ററിന് 2 രാശിയാണ് ഉള്ളത്. ഏതൊക്കെയാ? ധനുവും മീനവും. അപ്പം അവിടെ ശുക്രന്റെ നക്ഷത്രം വരുന്ന ഒരു സ്ഥലത്തേ ഉള്ളൂ. ധനുവിൽ മാത്രമേ ശുക്രന്റെ നക്ഷത്രം വരുള്ളൂ. ഇവിടെ ശുക്രന്റെ നക്ഷത്രമില്ല. ഇവിടെ കേതുവിൻ്റെയും ശുക്രന്റെയും സൂര്യന്റെയും നക്ഷത്രമുണ്ട്. ഇവിടെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ബുധന്റെയും നക്ഷത്രമാണ് വരുന്നത്. അപ്പം ശുക്രന്റെ നക്ഷത്രം എന്ന് പറയുമ്പോൾ
നമുക്ക് മനസ്സിലായി ഇത് രണ്ടും ധനുവിലാണെന്ന് മനസ്സിലായി. പിന്നെ അതിന്റെ സബ്ലോഡ് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ കുറച്ചുകൂടെ മൈന്യൂട്ടായിട്ട് കിട്ടി. നാലാം പാദം മീനം 19 ഡിഗ്രി 45 മിനിറ്റ്. 19 ഡിഗ്രി 45 ബുധനാണ്. ബുധന്റെ ആദ്യത്തെ പാദമാണ്, രേവതിയുടെ ആദ്യത്തെ പാദമാണ്. അപ്പം ജൂപ്പിറ്ററിന്റെ ഹൗസിൽ, ജൂപ്പിറ്ററിന്റെ രാശിയിൽ ബുധന്റെ നക്ഷത്രത്തിൽ വീനസിന്റെ ഉപാധിപനായി. 5-ാം ഭാവം മേടം 20 ഡിഗ്രി 14 മിനിറ്റ്. 20 ഡിഗ്രി 14 മിനിറ്റ് എന്ന് പറയുമ്പോൾ അത് 13 ഡിഗ്രി കഴിയുമ്പോൾ നമുക്ക് അശ്വതി കഴിഞ്ഞു, ഭരണി തുടങ്ങി. അപ്പം ഭരണിയുടെ 3-ാം പാദം. അപ്പം അത് ഭരണിയുടെ അധിപൻ എന്ന് വെച്ചാൽ വീനസ് ആണ്. അപ്പം കുജന്റെ ക്ഷേത്രത്തില് ശുക്രന്റെ നക്ഷത്രത്തില് സബ്ലോഡ് ജൂപ്പിറ്റർ. 6-ാം ഭാവം 17, 43, 12. 17 എന്ന് പറയുമ്പം 10 വരെ കാർത്തികയാണ്, അത് കഴിഞ്ഞാൽ രോഹിണിയായി. അപ്പം 17, 41 വെച്ചാൽ രോഹിണിയാണ്. രോഹിണി എന്ന് പറഞ്ഞാൽ 10 കഴിഞ്ഞാൽ 13, 3-ാം പാദമായി, രാഹിണിയുടെ 3-ാം പാദം. അപ്പം ശുക്രന്റെ ക്ഷേത്രത്തില് ചന്ദ്രന്റെ നക്ഷത്രത്തില് ശനി ഉപാധിപൻ. മിഥുനം 7-ാം ഭാവം. 7-ാം ഭാവത്തില് 14, 4, 50. 14, 4, 50 എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് അല്ല, ഒരുപോലെ വരും. 1 മുതൽ 6 വരെ ഡിഫറൻ്റ് ആയിരിക്കും. 7 മുതൽ 12 വരെ ഓപ്പോസിറ്റിന്റെ ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ മിഥുനത്തിൽ 14, 4, 50. 14, 4, 50 എന്ന് പറയുമ്പം 6:40 കഴിഞ്ഞാൽ നമുക്ക് രാഹു വന്നു, തിരുവാതിര വന്നു. തിരുവാതിര വന്നപ്പോൾ 3-ാം പാദം തിരുവാതിര രാഹുവിൻ്റെയാണ്. അപ്പം ബുധന്റെ ക്ഷേത്രത്തിൽ, രാഹുവിന്റെ നക്ഷത്രത്തിൽ ബുധൻ സബ്ലോഡായിട്ട് വന്നു. 8-ാം ഭാവം എന്ന് പറഞ്ഞാൽ കർക്കിടകത്തിന്റെ രാശി ചന്ദ്രനായി. 14, 15, 53 എന്ന് പറയുമ്പം അവിടെ പൂയത്തിന്റെ 4-ാമത്തെ പാദമായി, പൂയത്തിന്റെ 4-ാം പാദം. അപ്പൊ കർക്കിടകത്തിൽ പൂയത്തിന്റെ 4-ാം പാദത്തില് ഇപ്പം ചന്ദ്രന്റെ ക്ഷേത്രത്തില് ശനിയുടെ നക്ഷത്രത്തില് രാഹു ഉപാധിപൻ. അടുത്തത് ചിങ്ങം 9-ാം ഭാവം 16, 46, 59. ഇപ്പൊ 13 വരെ കേതു മകം കഴിഞ്ഞു, പൂരം തുടങ്ങി. അപ്പൊ പൂരത്തിന്റെ 2-ാം പാദമായി. അപ്പൊ പൂരത്തിന്റെ 2-ാം പാദം വീനസായി. അപ്പം സൂര്യൻ വന്നു, ശുക്രൻ നക്ഷത്രലോടായി, സബ്ലോഡ് 3 ഇനി അടുത്തത് 10-ാം ഭാവം കന്നിയിൽ 19, 45, 19. അവിടെ 10 മുതൽ 23, 20 വരെ ചന്ദ്രന്റെ അത്തം നക്ഷത്രമാണ്. അപ്പൊ ഇത് 20-ന് മുമ്പായതുകൊണ്ട് അത്തം 3-ാമത്തെ പാദമായി. 3-ാമത്തെ പാദം ബുധന്റെ ക്ഷേത്രത്തില് ചന്ദ്രന്റെ നക്ഷത്രത്തില് കേതു ഉപാധിപൻ. 11-ാം ഭാവം തുലാത്തിലായി. 20 ഡിഗ്രി 14 മിനിറ്റ്. 20 ഡിഗ്രി 14 മിനിറ്റ് എന്ന് വെച്ചാൽ അവിടെ വിശാഖം തുടങ്ങി. 20-ൽ വിശാഖം തുടങ്ങി. ഇപ്പൊ വിശാഖത്തിന്റെ 1-ാം പാദം. അപ്പം ശുക്രന്റെ ക്ഷേത്രത്തില് വ്യാഴത്തിന്റെ നക്ഷത്രത്തില് വ്യാഴത്തിന്റെ ഉപാധിപൻ. വ്യാഴം വന്നെന്ന് പറഞ്ഞാൽ അത് ആ 20 ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം വ്യാഴം വന്നു. അടുത്ത 12-ാം ഭാവം വൃശ്ചികത്തിൽ 17, 43. 17, 43 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16, 40 ആയപ്പോൾ അവിടെ തൃക്കേട്ട തുടങ്ങി. തൃക്കേട്ടയുടെ 1-ാം പാദമായി. അപ്പം മെർക്കുറിയാണ് തൃക്കേട്ടയുടെ അധിപൻ. അപ്പം കുജന്റെ ക്ഷേത്രത്തില് ബുധന്റെ നക്ഷത്രത്തില് ബുധൻ തന്നെ സബ്ലോഡായിട്ട് വന്നു. ഇങ്ങനെയാണ് ആ ഗ്രഹങ്ങൾ ഇത് ചെയ്യുന്നത്. അപ്പം ഗ്രഹം അതിൻ്റെ ദശയിൽ ഫലങ്ങൾ നൽകുമ്പോൾ സ്വയമല്ല, മറിച്ച് നക്ഷത്രത്തിന്റെ അധിപനാണ് ഫലങ്ങൾ നൽകുന്നത്. ആ ഫലങ്ങൾ ശുഭകരമാണോ അശുഭകരമാണോ എന്ന് പറയുന്ന ആ ഗ്രഹത്തിന്റെ ഉപാധിപൻ തീരുമാനിക്കും. ഗ്രഹം ഫലത്തിന്റെ സാധ്യത പ്രതിനിധീകരിക്കും. ഗ്രഹത്തിന്റെ നക്ഷത്രാധിപൻ ഫലങ്ങളെ പ്രതിനിധീകരിക്കും. ആ ഗ്രഹത്തിന്റെ ഉപാധിപൻ ആ ഫലത്തിന്റെ അന്തിമ ഫൈനൽ ഡിസിഷൻ എടുക്കും. പിന്നുള്ളത് റൂളിംഗ് ബാലൻസ്. അത് നമുക്ക് അടുത്ത് പറയാം. അപ്പൊ ഇതിനകത്ത് സംശയമുണ്ടോ? ഈ ഇത് കണ്ടുപിടിക്കുന്നതിൽ, ഈ 2 എണ്ണം കണ്ടുപിടിക്കുന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ?
ഉണ്ടോ ഇല്ലേ? ആരൊന്നും മിണ്ടുന്നില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടാന്ന് പോലും അറിയാമോ എനിക്ക്? ഓക്കെയാണോ സാറ്? ഒരു കുഴപ്പമില്ല. കാര്യം ചെയ്യാം, ഒരു കാര്യം ചെയ്യാം. അടുത്തൊരു 2 എണ്ണം അല്ല അത് ഓക്കെ, ഓക്കെ. ഇനി ഞാൻ ഇതിന്റെ ഡീറ്റെയിലോട്ട് പോവുകയാണ്. ഇനി അടുത്ത ഇത് എങ്ങനെയാണെന്നുള്ള അടുത്ത ഡീറ്റെയിലോട്ട് പോവുകയാണ് ഞാൻ. ഇത് ഓരോ ഭാവത്തിനെയും ഉള്ള ഇത് നമ്മൾ ഓരോ ഭാവത്തിനെ എങ്ങനെയാണ് കാണുന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഫലം പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഭാവങ്ങൾ. ഒന്നാം ഭാവം, ഒന്നാമത്തെ കസ്പൽ സബ്ലോഡ്. അപ്പം കസ്പിന്റെ സബ്ലോഡാണ് നമ്മൾ നോക്കുന്നത്. ഓരോ ഭാവത്തിന്റെയും ഫലം. ഇപ്പൊ നമുക്കൊരു ഭാവത്തിന്റെ ഫലം അറിയണം. ഇപ്പം ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ്, നമ്മുടെ ആയുസ്, ഇതിന്റെ ഫലം അറിയണമെങ്കിൽ ഒന്നാം ഭാവം നോക്കും. 2 എന്ന് പറഞ്ഞാൽ ധനം, സംസാരം, ഇതറിയണമെങ്കിൽ 2-ാം ഭാവം നോക്കും. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അത് ഇത് 3-ാം ഭാവം നോക്കും. 4-ാം ഭാവം അമ്മ, നമ്മുടെ സ്വത്ത്, ഇതെല്ലാം 4-ാം ഭാവം നോക്കും. 5 എന്ന് പറഞ്ഞാൽ പൂർവ്വപുണ്യം, ബുദ്ധി, സന്താനം. 6-ാം ഭാവം എന്ന് വെച്ചാൽ അസുഖങ്ങൾ, സേവനം, കടം, വരുമാനം, എല്ലാവരും നോക്കും. 7-ാം ഭാവം എന്ന് വെച്ചാൽ കല്യാണം, പാർട്ട്ണർഷിപ്പ്, പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, ബിസിനസ്, ഇത് നോക്കും. 8-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ഉണ്ടാവാം, നമുക്കുള്ള ഈ എന്താണ് അൺഅക്കൗണ്ടബിൾ മണി ഉണ്ടാവാം, തടസ്സങ്ങൾ ഉണ്ടാവാം, അതെല്ലാം 8-ാം ഭാവം വെച്ച് നോക്കും. 9-ാം ഭാവം എന്ന് പറയുന്നത് ആത്മീയപരമായ കാര്യങ്ങൾ, അച്ഛൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ 9-ാം ഭാവം നോക്കും. 10 എന്ന് പറഞ്ഞാൽ പ്രൊഫഷൻ, അതുമായിട്ടുള്ള ബന്ധങ്ങൾ. 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾഫിൽമെന്റ് ഓഫ് ഡിസയർ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പിന്നെ ഉയർച്ച, ഇതെല്ലാം 10-ാം ഭാവം വെച്ച് നോക്കും. 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ വിദേശ കാര്യങ്ങൾ, ഹോസ്പിറ്റല്, അതെല്ലാം ഓരോ ഭാവം വരുമ്പോഴാണ്. ഹോസ്പിറ്റല്, നമ്മുടെ നഷ്ടങ്ങൾ, എല്ലാം 12-ാം ഭാവം വെച്ച് നോക്കുന്നു. അപ്പം ആദ്യം നമുക്കിപ്പം 1-ാം ഭാവം ഒരാളുടെ ആയുസ് നമുക്കറിയണം എന്ന് വിചാരിച്ചു. ആയുസ് അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരാൾ ആയുസ് വേണമെന്ന് വെച്ചാൽ നമ്മൾ 1-ാം ഭാവം എടുത്തു. 1-ാം ഭാവത്തിൻ്റെ കസ്പ് എവിടെ നിൽക്കുന്നു എന്ന് നോക്കും. 1-ാം ഭാവത്തിൻ്റെ കസ്പ് എവിടെയാണ്? 1-ാം ഭാവം. 1-ാം ഭാവത്തിൻ്റെ ഉപാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴം. അപ്പം വ്യാഴം എവിടെ നിൽക്കുന്നു നോക്കി. വ്യാഴം നിൽക്കുന്നത് 1-ന്റെയും 4-ന്റെയും ആധിപത്യത്തിൽ 6-ാം ഭാവത്തിൽ എന്ന് വെച്ചാൽ ഇവിടെ 19, 24, 6 വേണ്ടത് 5 ഇട്ടാൽ മതി. 5-ാം ഭാവം. 5-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. 1, 4, 5-ന്റെ പക്ഷെ നമ്മൾ കസ്പൽ സബ്ലോഡിന്റെ ഇത് നമ്മൾ ജസ്റ്റ് നോക്കുന്നേ ഉള്ളൂ. നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് ആ വ്യാഴത്തിന്റെ ഫലം തരുന്ന ആരാണ്? അതിൻ്റെ സ്റ്റാർ ലോഡാണ്, നക്ഷത്രത്തിന്റെ അധിപനാണ്. അപ്പം അതിന്റെ വ്യാഴത്തിന്റെ സബ്ലോഡ് എന്ന് പറയുന്നത് ചന്ദ്രനാണ്. അപ്പം ചന്ദ്രൻ എവിടെ നിൽക്കുന്നു? ചന്ദ്രൻ നിൽക്കുന്നത് 1-ാം ഭാവത്തിലാണ്. 1-ാം ഭാവത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതിന്റെ അധിപനാണ്? 8-ാം ഭാവത്തിന്റെ അധിപനാണ്. അപ്പോൾ 8ഉം 1ഉം. അപ്പം 1-ാം ഭാവം തരുന്നത് 8ഉം 1. 8 എന്ന് പറഞ്ഞാൽ ആയുസാണ്. 1 നമ്മുടെ സ്വന്തമാണ്. അപ്പോൾ ഒരു ആയുസ്, അപ്പോൾ ആയുസുള്ളൊരു മനുഷ്യനാണ്. ഇയാൾക്ക് നമ്മൾ ഇതിന്റെ ഫലങ്ങൾ നമ്മൾ തൽക്കാലം ബേസിക്കായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ സബ്ലോഡിന്റെ ഫലം എടുക്കുന്നില്ല. ഇതിന്റെ സബ്ലോഡിന്റെ ഫലം നമ്മൾ തൽക്കാലം എടുക്കുന്നില്ല. അത് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് എടുക്കും, ഇല്ലെങ്കിൽ ഇപ്പൊ കൺഫ്യൂസ്ഡ് ആയിപ്പോ. ഓക്കെ, അപ്പം ഈ ഭാവങ്ങൾ നമ്മൾ പിന്നെടുക്കാം. എന്നാലും പറയാം കസ്പൽ സബ്ലോഡ് എവിടെ നിൽക്കുന്നു നോക്കി. കസ്പൽ സബ്ലോഡ് എന്ന് പറഞ്ഞാൽ വ്യാഴത്തിന്റെ കസ്പൽ സബ്ലോഡ് എന്ന് പറഞ്ഞാൽ ബുധനാണ്. ബുധൻ എവിടെ നിൽക്കുന്നു? ബുധൻ നിൽക്കുന്നത് ബുധന്റെ തന്നെ ക്ഷേത്രത്തിലാണ്, അല്ലേ? ബുധൻ നിൽക്കുന്നത് ബുധന്റെ തന്നെ ക്ഷേത്രത്തിലാണ്, തൃക്കേട്ടയിലാണ് നിൽക്കുന്നത്. അപ്പം ബുധൻ നിൽക്കുന്നത് എവിടെയാ? ബുധന്റെ ആധിപത്യം വരുന്നത് എവിടെയാണ്? 7ഉം 10ഉം. അതിന്റെ ഓണർഷിപ്പ് 7ഉം 10ഉം.
അതിൻ്റെ ഓക്യുപ്പൈഡ് ചെയ്തിരിക്കുന്ന എവിടെയാണ്? 12ാം ഭാവത്തിലാണ്. അപ്പം 12ഉം 7ഉം 10ഉം 12ൽ. അപ്പം അത് മോഡിഫൈ ചെയ്യുന്നതാണ്. ഇതെവിടെയാണ് മോഡിഫൈ ചെയ്യുന്നത്? അപ്പം ഇതിൽ 10ാം ഭാവം ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു 10ാം ഭാവം എന്ന് വെച്ചാൽ നമ്മൾ 1, 2, 3, 6, 10, 11 ശുഭഭാവങ്ങളും ബാക്കിയുള്ള ഇതൊന്നും. അപ്പം ഇവിടെ ഓണർഷിപ്പ് വെച്ച് നോക്കുമ്പോൾ നല്ല ഫലമല്ല ബുധൻ തരേണ്ടത്. തൽക്കാലം നമ്മൾ ഇതങ്ങ് വിടുകയാണ്. ഇത് നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ് ആക്കിയിട്ട് നമുക്ക് ഈ ഭാവം എടുക്കാം. ഓക്കെ, സബ്ലോഡ് ഓഫ് ഹസ്ബൻഡ് സബ്ലോഡ് ബുധനാണെന്ന് എങ്ങനെ കിട്ടിയത്? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ബുധന്റെ നമ്മൾ അങ്ങനെ ബുധന്റെ സബ്ലോഡ് എന്ന് പറഞ്ഞാൽ ബുധൻ തന്നെയാണ്. ഈ ഡിഗ്രി ബുധന്റെ ഡിഗ്രി വെച്ച് നോക്കിയാൽ നമ്മൾ ആ ചാർട്ടിൽ ബുധൻ നിൽക്കുന്ന എവിടെയാണ്? വൃശ്ചികത്തില് ആ ഡിഗ്രി. അല്ല, നമ്മ വ്യാഴത്തിന്റെ നോക്കിയത്. അല്ല, അതാ പറഞ്ഞേ. അല്ലല്ല, വ്യാഴം നോക്കുന്നു. വ്യാഴം നോക്കി വ്യാഴം നിൽക്കുന്ന എവിടെയാണെന്ന് നോക്കിയേ. വ്യാഴത്തിന്റെ നക്ഷത്രം എവിടെയാ നോക്കുന്നത്? വ്യാഴം ചന്ദ്രനിൽ നിൽക്കുന്നു. വ്യാഴത്തിന്റെ സബ്ലോഡ് എന്ന് പറയുന്നത് ബുധനായി. കണ്ടോ? കാണാക്കുന്നുണ്ടോ? ഹലോ, ആരാ അപ്പൊ ഇതാണ് ഞാൻ നോട്ട് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുന്നതെന്ന് പറയുന്ന കാര്യം. ഇതാണ് എന്ന് വെച്ചാൽ നിങ്ങൾ മൊബൈലിൽ നോക്കുമ്പോൾ ഇത്രയും ചെറിയ അക്ഷരം കാണത്തില്ല. ഞാൻ ലാപ്പാണ് ഉപയോഗിക്കുന്നത്, അപ്പൊ എനിക്ക് നല്ലപോലെ കാണാം. മൊബൈലിൽ നോക്കുമ്പോൾ നമുക്ക് ഈ അക്ഷരം ഇത് എഴുതുന്ന കാണാക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രിന്റ് ഔട്ടൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. അതുകൊണ്ട് എല്ലാവരും ആ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് അടുത്ത ക്ലാസ് മുതൽ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്കത് എളുപ്പം മനസ്സിലാവാനുള്ള ഇതുണ്ട്. ഇപ്പം ഞാനിവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് ആ മൊബൈലിൽ ഇങ്ങനെ പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമുക്കത് കോൺസെൻട്രേഷനും കിട്ടത്തില്ല. അപ്പം നോട്ട് കയ്യിരിക്കുമ്പോൾ നമുക്കത് നോക്കുകയും ചെയ്യാം, മറ്റത് ഞാൻ പറയുന്നത് കേൾക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചാൽ കുറച്ചുകൂടെ എളുപ്പമാണ് നിങ്ങൾക്ക് സംശയം വരത്തില്ല. അതുകൊണ്ടാണ്. അപ്പം വ്യാഴം തരുന്ന 8-1 8-1 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ദീർഘായുസ് എന്ന് പറയും. ദീർഘായുസ് നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. എന്നാൽ ഇത് ഇവിടെ അത് പറഞ്ഞുകൊണ്ട് പറയാണ്. ഇപ്പം മാരകനും ബാധകനും ഉണ്ട് അല്ലേ? മാരകൻ എന്ന് പറയുന്നത് ഈ 1ഉം 3ഉം 8ഉമാണ് ആയുസ്. 8ഉം 8ന്റെ 8 3ഉമാണ്. അപ്പം 3ഉം 8ഉമാണ് നമ്മൾ ആയുസ് നോക്കുന്നത്. അപ്പം ആയുസിന്റെ 12ാം ഭാവം അപ്പം വരുന്നത് 8ന്റെ 12 7ഉം 3ന്റെ 12 2ഉം. അപ്പൊ 2ഉം 7ഉം ഭാവം മാരക ഭാവങ്ങളെന്നാണ് പറയുന്നത്. അപ്പം അത് ഈ പൊതുവെ നമ്മൾ അസുഖങ്ങൾ വരുമ്പോഴും അസുഖങ്ങൾ വരുമ്പോഴും 2ഉം 7ഉം ഒക്കെ നോക്കുന്നത് നമുക്ക് ആ സമയത്ത് ആ സമയത്താണ് കൂടുതൽ നോക്കുന്നത്. മറ്റുള്ള കാര്യത്തിൽ മാരകൻ ഭാവം എടുക്കും. കല്യാണത്തിനും എന്ന് വെച്ചാൽ കല്യാണത്തിന്റെ മെയിൻ ഭാവം എന്ന് വെച്ചാൽ 2ഉം 7ഉമാണ്. അവിടെ മാരകൻ എന്ന് പറയാകത്തില്ല ഇല്ല. അപ്പം 7ാം ഭാവം നോക്കുമ്പോൾ 2ഉം 7ഉം വന്നു കഴിഞ്ഞാൽ അത് നല്ലതാണ്. അതേസമയത്ത് 1ാം ഭാവം നോക്കുമ്പോൾ 2ഉം 7ഉം വന്നു കഴിഞ്ഞാൽ ആയുസ്സിന് ദോഷമാണ്. എന്ന് വെച്ചാൽ ആ മാരകനാണ് വന്നേക്കുന്നത് 1ന്. അപ്പം അത് ഇവിടെ 1ഉം 8ഉമാണ്. അപ്പം 2ഉം 7ഉം പിന്നെ നമുക്ക് ഒരു ബാധകസ്ഥാനമുണ്ട്. അറിയാവോ? ബാധകസ്ഥാനം എന്ന് പറയുന്നത് ഓരോ ചരരാശിക്ക് 11ാം ഭാവവും സ്ഥിരരാശിക്ക് 9ാം ഭാവവും ഉഭയരാശിക്ക് 7ാം ഭാവവുമാണ് ബാധകനായിട്ട് വരുന്നത്. അപ്പൊ അതൊന്ന് ആലോചിച്ചോളാം. അപ്പം നമ്മുടെ കല്യാണം നോക്കുമ്പോൾ കല്യാണത്തിൻ്റെത് 2, 7, 11 നമുക്ക് വേണ്ടത് അല്ലേ? അതേസമയം അസുഖം വരുമ്പോൾ 2, 7, 11 ചരരാശിക്കാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2ഉം 7ഉം മാരകനുമായി, മറ്റത് ബാധകനുമായി. അതേസമയം കല്യാണത്തിന് 7. അപ്പൊ 1ാം ഭാവം നോക്കുമ്പോൾ 2ഉം 7ഉം 11ഉം ചരരാശിക്ക് വരെയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരരാശിക്ക് 2ഉം 7ഉം 9ഉം വരെയാണെങ്കിൽ, ഉഭയരാശിക്ക് 2ഉം 7ഉം 7ഉം വരെയാണെങ്കിൽ, 2ഉം 7 മാരകനും ബാധകനുമായി 2ഉം 7ഉം വരെയാണെങ്കിൽ അയാൾക്ക് അല്പായുസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ആദ്യത്തെ 1/3 എന്ന് വെച്ചാൽ നമ്മൾ 100 വയസ്സ് എടുത്താൽ 33.5 വയസ്സ് വരെ 33 വയസ്സ് വരെ നമുക്ക് അല്പായുസും, 33നും 66 വയസ്സിനും ഇടയ്ക്ക് അത് മധ്യായുസും, 66ന് മേളിൽ 100 വരെ ദീർഘായുസും, പിന്നെ അതിനപ്പുറത്ത് പരമായുസ് എന്ന് പറയും.
അപ്പം അതാണ്. അപ്പം 100 വരെയാണ് നമ്മൾ ഇത് എടുക്കുക. അപ്പം ഈ 3 ഇത് അപ്പം 66 മേളിൽ വരെയാണെങ്കിൽ ദീർഘായുസ് എന്ന് പറയും. അപ്പം അതുപോലെ ഇവിടെ ഇപ്പം ഈ കക്ഷിക്ക് ചന്ദ്രൻ ഇതിൻ്റെ 1-ാം ഭാവാധിപൻ റെപ്രസെന്റ് ചെയ്യുന്ന 8ഉം 1ഉമാണ്. അപ്പോൾ പുള്ളിക്ക് നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനാണെന്ന് നമുക്കറിയാം, നല്ല ദീർഘായുസുള്ളൊരു മനുഷ്യനാണ്. അതേ സമയത്ത് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 7-ാം ഭാവം റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ 10-ാം ഭാവം ശുഭരാശിയാണ്. 12 കൂടുതൽ ബലമുള്ളതാണ്. 12 ഇപ്പം വയസ്സുകാലത്ത് കുറച്ച് ഹോസ്പിറ്റലും 12-ാം ഭാവം വരുന്നുണ്ട്, കുറച്ച് ഹോസ്പിറ്റലിൽ ഇതൊക്കെ വരും എന്നുള്ളതാണ്. പക്ഷെ ദീർഘായുസാണ്. 12-ാം ഭാവം വരുന്നുണ്ട്, വയസ്സുകാലത്ത് കുറച്ച് കഷ്ടപ്പാടും പിന്നെ ഹോസ്പിറ്റലൈസേഷനും ഒക്കെ വരും എന്ന് നമുക്ക് മനസ്സിലാക്കാം. 2-ാം ഭാവം ദീർഘായുസാണോ മധ്യായുസാണോ അതെങ്ങനെ ഇതിൽ തീരുമാനിക്കാൻ? ഇപ്പം പിന്നെ 1-ാം ഭാവം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 1-ാം ഭാവത്തിന്റെ കസ്പൽ സബ് ലോഡ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ 1-ാം ഭാവത്തിന്റെ കസ്പൽ സബ് ലോഡ് വ്യാഴമാണ്. വ്യാഴം നിൽക്കുന്ന രാശി ചന്ദ്രൻ. അപ്പം ഒരു ഭാവം അതിന്റെ നക്ഷത്രത്തിന്റെ ഫലം തരുമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ചന്ദ്രന്റെ നക്ഷത്രം പറയൂ. 1, 8 നമ്പർ വന്നുകൊണ്ട് 8 ആയുസാണ്. ഒന്ന് നല്ലതാണ്. നമുക്ക് 1 നല്ല ഭാവമാണ്. നമ്മുടെ ആരോഗ്യമാണ്. നമ്മുടെ ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിട്ട് നമുക്ക് കണക്കാക്കാം അയാളെ. 1 റെപ്രസെന്റ് ചെയ്യുമ്പോൾ അയാൾ ഒരു നല്ലൊരു ശരീരപുഷ്ടിയുള്ള നല്ലൊരു ആരോഗ്യമുള്ള മനുഷ്യനാണ്. 8 എന്ന് പറയുന്ന ആയുസ് കൂടുതലായി. 8 ആയുസാണ്. ഇവിടെ നമുക്ക് മാരകനും ബാധകനും വരുന്നില്ല. അതാണ് ഇവിടെ ആലോചിക്കുന്നത്. ഇവിടെ മാരകനും ബാധകനും വരുന്നില്ല. അപ്പം ഇപ്പം മൂന്നായിട്ട് സെറ്റ് ചെയ്യുമ്പം ആദ്യത്തെ അല്പായുസ് എന്ന് പറയുമ്പം മാരകനും ബാധകനും ഒരുമിച്ച് വരെയാണെങ്കിൽ അയാൾക്ക് അല്പായുസാണ്. അതേസമയം മാരകനോ ബാധകനോ മാത്രം ഏതെങ്കിലും ഒന്ന് വരെയാണെങ്കിൽ ദീർഘായുസാണ്. ഇതൊന്നും വരുന്നില്ലെങ്കിൽ മധ്യായുസാണ്. മാരകനും ബാധകനും ഏതെങ്കിലും ഒന്ന് വരെയാണെങ്കിൽ മധ്യായുസാണ്. ഇത് രണ്ടും വരുന്നില്ലെങ്കിൽ ദീർഘായുസാണ്. അതാണ് ആയുസ് കണ്ടുപിടിക്കുന്ന ഒരു ഇത്. ഇപ്പം ഇപ്പം ഒരു കല്യാണത്തിൻ്റെ ഒരു പൊരുത്തം നോക്കണം. നമ്മൾ പൊരുത്തം കൊണ്ടുവരുമ്പോൾ നമ്മൾ 10-1 പൊരുത്തം നോക്കി, 10-10 പൊരുത്തം നോക്കി. പക്ഷെ അത് മെയിൻ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അയാൾക്ക് ആയുസ് ഉണ്ടാകുന്ന അറിയണ്ടേ? ഇപ്പം ആയുസ് കുറഞ്ഞ ഒരാളെ നമ്മൾ പൊരുത്തം നോക്കിയിട്ട് നല്ലതാണെന്ന് പറയാൻ ഒക്കില്ല. അപ്പം നമ്മളെന്ത് ചെയ്യും? ഇങ്ങനെ നോക്കിയാൽ മതി. 1-ാം ഭാവത്തിന്റെ കസ്പൽ സബ് ലോഡ് നോക്കുക, അത് റെപ്രസെന്റ് ചെയ്യുന്ന എവിടെയെന്ന് നോക്കുക. അപ്പം ഇപ്പം 1-8 ഇതിപ്പം 1-ാമത്തെ രാശി എന്ന് പറയുന്നത് ഇത് ഉഭയരാശിയാണ്. അപ്പോൾ 9-ാം ഭാവാധിപനാണ്. 9-ാം ഭാവമാണ് ബാധകൻ എന്ന് പറയുന്നത് അല്ലേ? 7-ാം ഭാവമാണ് ബാധകൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-8 ആയപ്പോൾ നല്ല ആയുസ്സുള്ളൊരു മനുഷ്യനാണ്. അവിടെ ബാധകനും ഇല്ല ബാധകനും ഇല്ല. ഉദാഹരണത്തിന് ഇതാണ് 1-ാം രാശി എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അവിടെ 7 വന്നു. പക്ഷെ ബാധകം വന്നില്ല. ബാധകം വരാത്തതുകൊണ്ട് 7 മാരകനും ബാധകനുമാണ്. ഇത് എന്ന് വെച്ചാൽ ഇത് ഞാൻ പിന്നെ ധനുവായിട്ടാണ് എടുക്കുന്നത്. ഞാൻ 1-ാം ഭാവം മാത്രമായിട്ട് എടുക്കുന്നു. 1-ാം ഭാവം ധനുവാണ്. ധനുവിൽ 5, 12, 7 വരെയാണെങ്കിൽ 7 സ്ട്രോങ് ആണ്. 7 മാരകനും ബാധകനുമാണ്. അങ്ങനെ വരികയാണെങ്കിൽ അത് അല്പായുസായി. പിന്നുള്ളത് ഇത് സ്റ്റാർ ലോഡിന്റെ മാത്രമാണോ? കസ്പൽ സബ് ലോഡിന്റെ സ്റ്റാർ ലോഡിന്റെ മാത്രമാണോ നമ്മൾ ഈ അതെ നമ്മൾ ഒരു സാധനം നോക്കുമ്പോൾ അപ്പം നമ്മൾ ഇപ്പം ഇത് നോക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നുകൂടെ നോക്കും. ഈ അല്പായുസ് നോക്കുമ്പോൾ ഈ ആയുസ് നോക്കുമ്പോൾ നമ്മൾ 1-ാം ഭാവവും 8-ാം ഭാവവും കൂടെ എടുക്കും. അപ്പോൾ 1-ാം ഭാവം നോക്കുമ്പോൾ 1-ാം ഭാവം 6-ാം ഭാവമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അസുഖം വരാനുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് പറയാം. 1-ഉം 6-ഉം വരുമ്പോഴത്തേക്ക് ആരോഗ്യത്തിന് ഇതുണ്ടെന്ന് പറയാം. അതിൻ്റെ കൂടെ മാരകനും ബാധകനും വരെയാണെങ്കിൽ അയാൾക്ക് അല്പായുസ് എന്ന് പറയേണ്ടി വരും. 6 വരുമ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ 1-ന് പകരം ഇത് 6 ആണെങ്കിലുണ്ടല്ലോ, 6-ഉം 8-ഉമാണ് വന്നത്. 6 വന്നു കഴിഞ്ഞ് 8 വരെയാണെങ്കിൽ അസുഖമുണ്ട്. അസുഖത്തിന്റെ 3-ാം ഭാവമാണ്. അസുഖത്തിന്റെ മാരക ഭാവമാണ്. എന്ന് വെച്ചാൽ ഒരു ക്രോണിക് ഡിസീസ് വരുന്ന ഒരു മനുഷ്യനാണെന്ന് പറയാം. ഇവിടെ 1-ാം ഭാവം ആയതുകൊണ്ട് നമ്മളത് കണക്കാകത്തില്ല.
6 12 കൂടെ 6 8 വരെയാണെങ്കിൽ അത് ഒരു ക്രോണിക് ഡിസീസ്. അത് നമുക്ക് ആ മെഡിക്കൽ അസ്ട്രോളജിയുടെ ഇത് വരുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, തൽക്കാലം നമുക്ക് ആയുസ് ഇങ്ങനെ പറഞ്ഞു പോവാം. രണ്ടാം ഭാവം എന്ന് വെച്ചാൽ ധനം, പുള്ളിയുടെ സ്വത്ത് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. പുള്ളിയുടെ സ്വത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടാം ഭാവത്തിന്റെ കസ്ബൽ സബ്ലോഡ് ശുക്രനാണ്. അപ്പൊ ശുക്രൻ നിൽക്കുന്നത് നമ്മൾ ഈ കസ്ബൽ സബ്ലോഡിന്റെ ഈ നമ്മുടെ ഈ ഓരോ ഭാവത്തിന്റെ നമ്മൾ നോക്കുന്നത് ഇപ്പൊ എസ് ആർ നോയാണ് നോക്കുന്നത്. എന്നുവെച്ചാൽ എനിക്ക് എൻ്റെ ആയുസ് ഉണ്ടോ ഇല്ലയോ ഏതാണെന്ന് അറിയാനായിട്ട്, എനിക്ക് ധനം വരുമോ ഇല്ലയോ അതറിയാനായിട്ട് അപ്പം നമ്മൾ കസ്ബൽ സബ്ലോഡിന്റെ ഇത് എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മൾ നോക്കുന്നത് അതിൻ്റെ നക്ഷത്ര ലോഡാണ് അത് ഫലം തരുന്നത്. അപ്പം നക്ഷത്ര ലോഡ് നമ്മൾ മാത്രം എടുക്കുന്നുള്ളൂ. ഇത് അങ്ങനെ ആദ്യം എടുക്കുക. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ പോകുമ്പോൾ ആ കസ്ബൽ സബ്ലോഡ് എടുക്കുന്ന എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ദശയൊക്കെ നോക്കുമ്പോൾ നമുക്ക് അവിടെ എടുക്കാം. അപ്പം ഇതിപ്പം പ്രോമിസ് ചെയ്യും. ആദ്യം നമുക്ക് ഒരാൾ വന്ന് നോക്കിയാൽ കല്യാണം പ്രോമിസ് ചെയ്യുമല്ലേ എന്നാണ് അറിയുക. അപ്പോൾ ഇയാൾക്ക് ആയുസ് ഉണ്ടോ ഇല്ലയെന്ന് അറിയണം. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും ആലോചിക്കുന്നില്ല, ആയുസ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കി ഇവിടെ നോക്കി അസുഖമെല്ലാം വരും, അസുഖം വരത്തില്ല, അത് നല്ലൊരു ആരോഗ്യമുള്ളൊരു മനുഷ്യനാണെന്ന് തീരുമാനിച്ചു. മനസ്സിലായ? അതുപോലെ നാലാം ഭാവം ശുക്രനാണ്. ശുക്രന്റെ നക്ഷത്രം എന്ന് പറയുന്നത് കുജനാണ്. കുജൻ തരുന്നത് 5, 7, 12 ഈ 5, 7, 12 ഫലങ്ങൾ ഏതാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അതിപ്പം വേണ്ട. അപ്പൊ 5-ന്റെയും 12-ന്റെയും 7-ന്റെയും ഫലങ്ങൾ അവർ തരും. എന്ന് വെച്ചാൽ ധനം ചിലപ്പോൾ ഈ 12 ഇൻവെസ്റ്റ്മെന്റ് വഴി വരുമെന്ന് പറയാം. 7-ാം ഭാവം ഉള്ളതുകൊണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ് വഴി വരുമെന്ന് പറയാം. ഫലം വരുന്നത് അങ്ങനെയാണ്. മൂന്നാം ഭാവം ബുധനാണ്. ബുധന്റെ ബുധക്ഷേത്രമാണ്. അപ്പം ഇത് ഈ ഒരു ടേബിൾ എങ്ങനെ ഉണ്ടാക്കുന്നു, ഞാൻ ഫലം പറയാനല്ല ഇത് ഉണ്ടാക്കിയത്, ടേബിൾ എങ്ങനെ ഉണ്ടാക്കി, ഈ ഒരു ടേബിൾ ഉണ്ടാക്കിയാൽ നമുക്ക് എളുപ്പം ഇവിടെ നിന്ന് ഓരോന്നായിട്ട് നോക്കുന്നില്ല, ഇത് നോക്കിയാൽ നമുക്ക് അത് ഞാനിവിടെ 12 ഭാവത്തിൻ്റെ ഫലം നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു രണ്ട് ഭാവങ്ങൾ ഞാൻ ഇത് ചെയ്തിട്ടില്ല. ഇത് നിങ്ങൾക്കൊരു ഹോംവർക്കായിട്ട് നിങ്ങളൊന്ന് ചെയ്യുക. ഹോംവർക്കായിട്ട് ചെയ്തിട്ട് അതിൽ സംശയം വരുന്നത് നമുക്ക് അടുത്ത ആഴ്ച ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അപ്പം നമുക്ക് ഇതൊന്ന് നോക്കിയിട്ട് 12 ഭാവങ്ങൾ ചെയ്താണ് ഈ ഒരു ഹോംവർക്ക് നോക്കുക. ഈ ഒരു ഹോംവർക്ക് നോക്കിയിട്ട് ഇത് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതി എന്നുള്ളതേ ഉള്ളൂ. ഇത് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. എല്ലാ ഭാഗത്തിൻ്റെയും അത് ഒറ്റയടിക്കാക്കി എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇത് രണ്ടും നിങ്ങളൊന്ന് എക്സസൈസ് ചെയ്ത് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇല്ല ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതെന്തായാലും അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഒന്നെന്ന് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇന്നത്തെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇന്നത്തെ എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം ഉണ്ടോ? ആരും പറയുന്നില്ല. സംശയം ഉണ്ട് ഇല്ലേ? കുഴപ്പമില്ല. റെക്കോർഡിങ്സ് ഒന്നും കൂടി കേൾക്കുമ്പോൾ ക്ലിയർ ആവും. അതെ, റെക്കോർഡിങ്സും ആ നോട്ടും കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് ആക്ച്വലി. അല്ല, അത് വേണം, അത് ഇല്ലാതെ നടക്കത്തില്ല. ഇതിന്റെയൊക്കെ പ്രഡിക്ഷൻസ് നമ്മൾ ലേറ്റർ സ്റ്റേജിലേക്ക് പോകണല്ലോ അല്ലേ? അല്ല, ഇതിപ്പോ നമ്മൾ ബേസിക് പഠിക്കാതെ നമ്മൾ മനസ്സിലായോ? ബേസിക് കഴിഞ്ഞു. ഇത് ബേസിക് അറിയാതെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഉണ്ടാ ഇല്ല അല്ലേ? അപ്പൊ അത് ആ സമയം വരെ നമ്മൾ ആദ്യം ബേസിക് ഇത് ഈ ചാർട്ടുകൾ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് കണ്ടിട്ട് നമുക്ക് പിന്നെ അടുത്തതിലോട്ട് പോവാം. അപ്പൊ ഇന്ന് നമുക്ക് ക്ലാസ് സംശയം ഇല്ലല്ലോ. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച ഇത് ഒന്ന് നോക്കുമ്പോൾ സംശയം വരും. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് സംശയം തീർത്തിട്ട് അടുത്ത ക്ലാസ് തുടങ്ങാം. ഓക്കെ, അപ്പൊ സംശയമുള്ള നോട്ട് ചെയ്ത് വെക്കുക. നോട്ട്സ് ഞാൻ നാളെ തരാം. അപ്പം
നോട്ട്സ് ഞാൻ നാളെ നോട്ട്സ് തന്നിട്ടുണ്ട്. പിന്നെ വീഡിയോ ഞാൻ നാളെ രാവിലെ തരാം. ഓക്കെ. ഓക്കെ.